ഇതുപോലെയുള്ള പല നിരക്കുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാകും. ഇതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. ചിലരോ ഒറ്റവരും ഉടയവരും മരണപ്പെട്ടുകൊണ്ട് വിഷമിക്കുന്നവരുണ്ടാകും. ചിലരോ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാകും. ചിലരോ കുടുംബങ്ങളിൽ സന്തോഷങ്ങളില്ല, കുടുംബങ്ങളിൽ ഐക്യമില്ല. ഇങ്ങനെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാകും. എന്തെങ്കിലും ഒരു വിഷമം അനുഭവിക്കാത്ത മനുഷ്യരുണ്ടോ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത സഹോദരങ്ങളുണ്ടോ? എങ്കിൽ ഞാൻ പറയട്ടെ, നിരാശപ്പെടരുത് കേട്ടോ. ദുനിയാവിൽ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും എത്ര കണ്ട് മുറുകുന്നുണ്ടോ അത്ര കണ്ട് ആഖിറം നമുക്ക് സ്വർഗമാവുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഓതി വെച്ചത് അൽ ബഖറ സൂറത്തിലെ 155-ാമത്തെ ആയത്താണ്. അല്ലാഹു തആല പറയുകയാണ്, വലനബലുവന്നകും, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും എന്തായാലും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒന്നുകിൽ നിങ്ങൾക്ക് പേടി തന്നുകൊണ്ട് വെറുതെ പേടിക്കാം, വെറുതെ ആശങ്ക, മരിക്കുമെന്ന പേടി, രോഗം വരുമോ എന്ന പേടി, എന്റെ കുട്ടികളെ തീവക്കളാകുമോ എന്ന പേടി, എന്റെ സ്വത്ത് മുഴുവനും ഒഴിവാക്കേണ്ടി വരുമോ എന്ന പേടി. ഇങ്ങനെ വെറുതെ ചുമ്മാ ടെൻഷനായി നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. സമ്പത്തുണ്ട് എന്നാലും ടെൻഷനാണ്, ആരോഗ്യമുണ്ട് എന്നാലും ടെൻഷനാണ്. ഇങ്ങനെ ടെൻഷനെ കൊണ്ട് പടച്ചോൻ പരീക്ഷിക്കും. അതുപോലെ വൽജോ, ചിലപ്പോ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും. അല്ല പറയുകയാണ്, ഞാൻ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് പരീക്ഷിക്കും. ചിലപ്പോ സമ്പത്ത് കുറഞ്ഞുകൊണ്ട് പരീക്ഷിക്കും. വരുമാനങ്ങൾ കുറവാണ്, അതുപോലെ തേങ്ങ കുറവാണ്, അനക്ക കുറവാണ്, റബ്ബർ കുറവാണ്. ഇനി കടലിന് ജോലിക്ക് പോകുന്നവർക്ക് ഒരു പക്ഷേ മീൻ കിട്ടല് കുറവാകും, ചാകര കിട്ടല് കുറവാകും, ഇങ്ങനെ മീൻ കുറവാകും. ഇങ്ങനെ സമ്പത്തിൽ നിങ്ങൾക്ക് ഞാൻ ഇടിവ് തന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. സാമ്പത്തികമായി ഞാൻ തളർച്ച തരും. അതുപോലെ നിങ്ങളെ കുടുംബത്തിലുള്ള ആളുകളെ എണ്ണം കുറച്ചും ഞാൻ പരീക്ഷിക്കും. 5 ആളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോയി, പെട്ടെന്ന് ഒരാൾ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി, സ്ട്രോക്ക് വന്ന് മരണപ്പെട്ടു പോയി, ആക്സിഡന്റ് വന്ന് മരണപ്പെട്ടു പോയി. ഇങ്ങനെ പെട്ടെന്ന് കുടുംബത്തിൽ നിന്നുള്ള ഒരംഗത്തെ എണ്ണം കുറച്ച് മരിപ്പിച്ചും ഞാൻ ഇങ്ങനെ പരീക്ഷിക്കും. അതുപോലെ ഖുർആൻ പറയുന്നു, നിങ്ങളെ പഴവർഗങ്ങളെയും ഞാൻ പെട്ടെന്ന് ഇടിവിടുന്ന് നിങ്ങളെ പരീക്ഷിക്കും. പഴയ പോലെ തേങ്ങ വലിക്കാറില്ല, പഴയ പോലെ കുരുമുളക് കിട്ടുന്നില്ല, പഴയ പോലെ റബ്ബറില്ല, അടക്കയില്ല, ഇനി ഉണ്ടെങ്കിലും വിലയില്ല. ഇങ്ങനെ ഞാൻ പല നിരക്കുള്ള വിഷമങ്ങൾ തന്ന് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അൽ ബഖറ സൂറത്ത് 155-ാമത്തെ ആയത്ത്. പെട്ടെന്ന് മകൻ ആക്സിഡന്റിൽ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, ബാപ്പ മരിച്ചാൽ, അറ്റാക്ക് വന്നൊരാൾ മരണപ്പെട്ടാൽ എന്തിന് വിഷമിക്കണം, പ്രയാസപ്പെടണം? മുഅ്മിനെ, മനുഷ്യനാണ്, ടെൻഷൻ ഉണ്ടാകും, സ്വാഭാവികമാണ്. എന്നാലും അതിൽ ടെൻഷൻ അടിച്ചു കൂടണ്ട, അതിൽ ചിന്തിച്ച് കഴിയണ്ട. അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, അങ്ങനെയൊക്കെ ഞാൻ പരീക്ഷിക്കും. വേണ്ടപ്പെട്ടവരെ മരിപ്പിച്ച് ഞാൻ പരീക്ഷിക്കും. നിങ്ങളെ സമ്പത്ത് പിടിച്ചെടുത്ത് ഞാൻ പരീക്ഷിക്കും. ടെൻഷൻ തന്നും ഞാൻ പരീക്ഷിക്കും, ദാരിദ്ര്യം തന്നും പരീക്ഷിക്കും, പട്ടിണി തന്നും പരീക്ഷിക്കും, സാമ്പത്തികമായി ഞെരുക്കം തന്നും പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷിച്ചാൽ മുബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിക്കുക. മകൻ മരിച്ചു, ഉമ്മ മരിച്ചു, അപ്പ മരിച്ചു, ഇങ്ങനെ പരിഭവങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഇങ്ങനെ പറഞ്ഞു നടക്കാതെ എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ എന്ന് കരുതിയിട്ട് ക്ഷമിച്ചാൽ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നത് സന്തോഷ വാർത്ത അറിയിക്കുക. സ്വർഗമുണ്ടാകും, നാളെ പരലോകത്ത് കൊട്ടാരങ്ങളുണ്ടാകും. നേരെ മരിച്ചൊരു മരണം നടക്കുമ്പോഴേക്ക് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കാൻ, എന്റെ മകനെ പെട്ടെന്ന് പടച്ചോൻ കൊണ്ടുപോയി, എന്റെ ഭർത്താവിനെ പടച്ചോൻ പെട്ടെന്ന് കൊണ്ടുപോയി, എന്റെ വാപ്പാനെ പടച്ചോൻ പെട്ടെന്ന് കൊണ്ടുപോയി, ദൈവം ഒരു ക്രൂരത ചെയ്തുവല്ലോ, വേണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ പടച്ചോൻ ചെയ്യാൻ. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെ മകനെ പടച്ചോൻ കൊണ്ടുപോയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെ ഭർത്താവിനെ പടച്ചോൻ പെട്ടെന്ന് രോഗം കൊണ്ടുവന്ന് മരിപ്പിച്ചു കൊണ്ടുപോയത് എന്ന ശൈലിയിൽ പറയരുത് പെണ്ണേ, എന്ന ശൈലി ഒരിക്കലും സംസാരിച്ചു പോകരുത്. എന്തൊക്കെ വിഷമങ്ങൾ വന്നാലും ഖുർആൻ പറയുന്നത് അതെല്ലാം ക്ഷമിച്ചാൽ നബിയെ സന്തോഷ വാർത്ത അറിയിക്കണം. അങ്ങനത്തെ ആളുകൾ എന്നറിയണോ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, ക്ഷമിക്കുന്ന ആളുകളുടെ സ്വഭാവം എന്താണെന്നറിയണോ? എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ, എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ, മരണം വന്നാൽ, രോഗം വന്നാൽ, അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. സാരമില്ല, എല്ലാം അല്ലാഹു തന്നതാണല്ലോ എന്ന് പറഞ്ഞ് സമാധാനം കണ്ടെത്തുന്നവരാണ്. അവനാണ് ക്ഷമിക്കുന്ന ആൾക്കാര്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിൽ നിന്ന് ഗുണങ്ങളുണ്ട്, അല്ലാഹുവിൽ നിന്ന് അനുഗ്രഹങ്ങളുണ്ട്. വറഹ്മത്തും, അല്ലാഹുവിൽ നിന്ന് അവർക്ക് അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും പ്രതിഫലവും കിട്ടുന്നതാണ്. ഔലൈക ഹുമുൽ മുഹ്തദൂൻ, അങ്ങനെ ക്ഷമിക്കുന്നവരാണ് സന്മാർഗികളെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ, ഈ വിഴിഞ്ഞം കടപ്പുറത്ത് എന്റെ വാഴ കേൾക്കുന്ന എന്തെങ്കിലും ഒരു വിഷമം അനുഭവിക്കുന്ന പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ഇനിയില്ല പാട്ട് പാടാൻ പാടില്ല, പരിഭവങ്ങളുടെ കെട്ടുകൾ എഴുന്നേറ്റ് പറയാൻ പാടില്ല, വിഷമങ്ങളും സങ്കടങ്ങളും മറ്റുള്ളവർക്ക് മുമ്പിൽ നീട്ടിപ്പരത്തി പറയാൻ പാടില്ല. എന്ത് വിഷമങ്ങൾ വന്നാലും അത് എന്റെ റബ്ബ് തന്നതാണല്ലോ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണല്ലോ, നമ്മളെല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന് ചിന്തിച്ച് ക്ഷമിക്കണം കേട്ടോ. എന്താണ് ക്ഷമ എന്നാൽ? മുഅ്മിനായ മനുഷ്യന്മാർക്ക് സഹനമല്ല വേണ്ടത്, ക്ഷമയാണ്. വിശ്വാസികളെ, നിങ്ങൾക്ക് വേണ്ടത് സഹനമല്ല, സഹിക്കുകയല്ല, ക്ഷമിക്കുകയാണ് വേണ്ടത്. ഉസ്താദേ, രണ്ടും രണ്ടാണോ? അതെ, രണ്ടും രണ്ടാണ്. സഹിക്കുക എന്നാൽ, ക്ഷമിക്കുക എന്നാൽ രണ്ടും രണ്ടാണ്. വിശ്വാസികൾക്ക് വേണ്ടത് സഹനമല്ല, ക്ഷമയാണ്. എന്താ വ്യത്യാസം എന്നറിയണോ? പെട്ടെന്ന് വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, മകൻ മരിച്ചുപോയി, അല്ലെങ്കിൽ പെട്ടെന്ന് രോഗം വന്നു, അല്ലെങ്കിൽ സാമ്പത്തിക ക്ഷീണം വന്നു, അങ്ങനെ എടങ്ങേറായി, മനസ്സ് ബുദ്ധിമുട്ടി, മനസ്സില്ല, മനസ്സോടങ്ങ് എടങ്ങേറായി സഹിക്കുക. ഉള്ളിൽ അല്ലാഹുവിന്റെ വിധിയാണല്ലോ എന്ന് കരുതി സമാധാനിക്കാതെ സഹിക്കുക. ഇത് വിശ്വാസിയുടെ സ്വഭാവമല്ല. മതമില്ലാത്തവരാണ് സഹിക്കുന്നവര്, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവരാണ് സഹിക്കുന്നവര്. സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വേറെ നിർവാഹമൊന്നുമില്ല. എന്താ ചെയ്യാ? മനസ്സില്ല, മനസ്സോടെ സഹിക്കുക. ഇതല്ല വിശ്വാസി ചെയ്യേണ്ടത്, ക്ഷമിക്കലാണ്. അവ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബുദ്ധിമുട്ടിൽ വിഷമങ്ങളില്ലാതെ, മനസ്സ് സങ്കടപ്പെടാതെ, അല്ലാഹുവിന്റെ വിധിയാണല്ലോ എന്ന് കരുതിയിട്ട് സന്തോഷിച്ച് ആ വിധിയെ സ്വീകരിക്കുക. ഇതിനാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് ബയോപ്സിക്ക് അയച്ചു, റിസൾട്ട് വന്നു ക്യാൻസറാണ്. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു കാല് മുറിച്ച് മാറ്റണം, 2 കിഡ്നിയും ഫെയിലാണ്, കിഡ്നി മാറ്റി വെക്കണം, അല്ലെങ്കിൽ കരട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ മാറ്റി വെച്ചാലും രക്ഷപ്പെടൂല, മരണപ്പെടുമെന്ന് ഡോക്ടർമാര് പറയുമ്പോ എന്താപ്പ കാട്ടുക? സഹിച്ച് തന്നെ എന്നുള്ള നിരക്കല്ല വിശ്വാസം ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ വിധിയാണല്ലോ, ഒരു ഖൈറ് പടച്ചോൻ തന്നേക്കാമെന്ന് കരുതി സങ്കടപ്പെടാതെ, വിഷമിക്കാതെ, സന്തോഷത്തോടെ റബ്ബിന്റെ വിധിയെ സ്വീകരിക്കുക. ഏതുപോലെ? ജ്യൂസ് കുടിക്കുന്ന പോലെ, ജ്യൂസ് കുടിക്കുന്ന പോലെ ആസ്വദിച്ച് വിഷമങ്ങളെ സ്വീകരിക്കുക. ഇതിന്റെ പേരാണ് ക്ഷമ. കഷായ
കഷായം കുടിക്കുന്ന പോലെ നിർവാഹമില്ലാതെ രോഗം മാറണല്ലോ എന്ന് കരുതിയിട്ട് താല്പര്യമില്ലാതെ മൂക്ക് കൊത്തിയിട്ട് കൈപ്പുള്ള കഷായം പോലെ കുടിക്കണീനാണ് സഹിക്കുക എന്ന് പറയാം. എന്താ ചെയ്യാ? ആസ്വാദ്യമില്ലാതെ സുഖമില്ലാതെ കഷായം കുടിക്കുന്ന പോലെ അങ്ങനെ വിധികളെ സഹിക്കുക. അതല്ല വിശ്വാസി ചെയ്യേണ്ടത്. ജ്യൂസ് കുടിക്കുന്ന പോലെ വിഷമങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയണം. അതാണ് ക്ഷമ, അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെ നേതാവായ മുഹ്യിദ്ദീൻ ചെയ്യുന്ന 1 അല്ല 2 അല്ല 3 അല്ല 10 അല്ല 15 അല്ല 20 അല്ല 30 അല്ല 35 മക്കൾ മരണപ്പെടുമ്പോഴും അൽഹംദുലില്ലാഹ് നമ്മളോ മനസ്സിങ്ങനെ ഇടങ്ങാറാകും. എന്താ പടച്ചോനോട് ചെയ്തത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ട് എന്തിനാ പടച്ചോൻ എനിക്ക് ഈ രോഗം തന്നത് എന്ന ചിന്തയാണ് പല പെണ്ണുങ്ങൾക്കുമുള്ളത്, പല ആണുങ്ങൾക്കുമുള്ളത്. പ്രിയപ്പെട്ടവരെ, ദുനിയാവാൻ വിഷമങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്ക് ആരോ സിഹർ ചെയ്തതാകാം, ആരോ കണ്ണേറാകാം, ആരോ കൂടോത്രം ചെയ്തതാകാം എന്ന് പറഞ്ഞ് തളർന്നു പോകണ്ട. ദുനിയാവല്ലേ വിഷമങ്ങളുണ്ടാകും. ആ ഏത് പരീക്ഷണങ്ങളെയും അനുഗ്രഹമായി കാണാൻ കഴിയണം മുഅ്മിനേ. ഉണ്ടോ? ഇന്ന് പലപ്പോഴും ഈ ഒരു വ്യൂ പോയിന്റിലെ പ്രശ്നങ്ങളെ കാണാൻ ആളുകൾക്ക് കഴിയുന്നില്ല. നിരാശയുടെ ലോകത്തല്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഫലസ്തീനിലൊക്കെ എത്ര ആൾക്കാർ കൊല്ലപ്പെടുകയാണ്. പാവല്ലേ ഇത് നമ്മൾ ചിന്തിക്കും. പക്ഷേ അവർക്കും അത് സന്തോഷമാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താ അറിയോ? ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന ആൾക്കാർ സന്തോഷിക്കുന്നുണ്ടാവും. അൽഹംദുലില്ലാഹ്. ഇസ്രായേലി പട്ടാളക്കാരെ കണ്ടാൽ അവർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, താങ്ക്സ് പറയും. കാരണം അവരെ കൊണ്ടല്ലേ ശരീരത്തിന്റെ കൂലി കിട്ടിയത്, അവരെ കൊണ്ടല്ലേ ഫലസ്തീനികൾക്ക് സ്വർഗം കിട്ടുന്നത്. അങ്ങനെ ചിന്തിക്കേ. ഇതുപോലെ ഏത് വിഷമം വന്നാൽ അടുത്തൊരു ഹദീസ് കേൾക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുകയാണ്, മുസ്ലിമായ മനുഷ്യൻ ഒരു ചെറിയ ടെൻഷൻ വന്നാൽ, എന്തെങ്കിലും ഒരു വ്യസനം വന്നാൽ, എന്തെങ്കിലും ഒരു മനോക്ലേശം വന്നാൽ, എന്തെങ്കിലും ഒരു ഇടങ്ങേറ് വന്നാൽ, ഒരു ചെറിയ ക്ഷീണം വന്നാൽ, ഒരു തളർച്ച വന്നാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഇല്ല കഫറല്ലാഹു മിൻ ഖതായാ, അവരെ ദോഷങ്ങൾ പടച്ചോൻ മാപ്പാക്കി കൊടുക്കും. ഒരു തലവേദന വന്നാൽ, ഒരു പല്ലുവേദന വന്നാൽ, ഒരു വയറുവേദന വന്നാൽ, എത്രത്തോളം ഒരു ചെറിയ ചെറിയ കാലുമുട്ടിന് വേദന വന്നാൽ, നിന്റെ വിരല് എവിടെയെങ്കിലും വെച്ചു കുത്തിയിട്ടൊന്ന് വേദനിച്ചു പോയാൽ, എന്തിനേറെ നിബിധങ്ങൾ പറയുന്നു, കാലിലൊരു മുള്ള തറച്ചാൽ ആ ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് നിന്റെ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം മനസ്സിലാക്കണം. കാലിൽ ഒരു ചെറിയ മുള്ള് തറച്ചാൽ, കാലിൽ മുള്ള് തറച്ചതിന് പോലും ദോഷങ്ങൾ പൊറുക്കപ്പെടുകയാണ്. നമ്മൾ നടന്നു പോകുമ്പോ കാലിൽ ഒരു ചെറിയ മുള്ളങ്ങ് തറച്ച് വേദനിച്ചു പോയാൽ, ഒരു കുബോറിച്ചിന് തുളച്ചു കയറിയാൽ അത് കാരണമായി വേദനിക്കുന്നുവെങ്കിലും അത് കാരണം എന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു. എത്ര തെറ്റുകളാണ് നിരന്തരം നമ്മൾ ചെയ്യുന്നത്. കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും കൈകൊണ്ടും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ 10,000 ലക്ഷക്കണക്കിന് തെറ്റുകൾ നമ്മിൽ നിന്ന് വന്നു പോകുന്നുണ്ട്. പക്ഷേ മോമിനെ, ഒരു പനി വന്നാൽ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെങ്കിൽ, ഒരു മുള്ള് തറച്ചാൽ അതുകൊണ്ട് പോലും ദോഷങ്ങൾ പൊറുക്കപ്പെടുമെങ്കിൽ, ഒരു ക്ഷീണം വന്നു ഷുഗർ കാരണമാകാം, പ്രഷർ കാരണമാകാം, ഇനി സോഡിയം കുറഞ്ഞത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ രോഗം കൊണ്ടാകാം. ക്ഷീണം വന്നാലും, ഒരു കുഴക്ക് വന്നാലും, തളർന്നു വീണാലും,
അതുകൊണ്ടൊക്കെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 10 ലക്ഷം വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ പൊറുക്കപ്പെടാത്ത തെറ്റുകള് വേദനകൾ വരുമ്പോ പൊറുക്കപ്പെട്ടേക്കാം. അപ്പൊ എന്തിനാണ് രോഗം വരുമ്പോ സങ്കടപ്പെടുന്നത്? ഒരു പനി വന്നാലും, തലവേദന വന്നാലും, പല്ലുവേദന വന്നാലും, ചെവിവേദന വന്നാലും, സുബ്ഹാനല്ലാഹ് നടുവേദന വന്നാലും, പള്ളവേദന വന്നാലും, ഗ്യാസിന്റെ വേദന വന്നാലും, നെഞ്ചുവേദന വന്നാലും, സുബ്ഹാനല്ലാഹ് ഞാൻ അനുഭവിക്കുന്ന ഓരോ വേദനകൾക്കും എന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതി അങ്ങ് സമാധാനിക്കുമ്പോ വേദനകളാകൂല. കാരണം എന്താണെന്നറിയോ? ഈ വേദനകളും പ്രയാസങ്ങളും നമ്മൾ ക്ഷമിക്കുമ്പോ അതുകൊണ്ട് റബ്ബ് ദോഷങ്ങൾ അങ്ങനെ പുറത്തു തന്നാൽ പിന്നെ ഖബറിലെ രക്ഷയാണല്ലോ, പിന്നെ ഖബറിലെ സുഖമാണല്ലോ, ആഖിറത്തിലെ സ്വർഗമാണല്ലോ. ദോഷങ്ങൾ ബാലൻസ് ഉണ്ടാകുമ്പോ ഖബർ രക്ഷപ്പെടൂല, സ്വർഗം കിട്ടൂല, നരകത്തിൽ കടക്കുമല്ലോ. പക്ഷേ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ഈ വേദനകളൊക്കെ കാരണമാകുമ്പോ പിന്നെ എന്തിന് വിഷമിക്കണം? ഇത് ഏതെങ്കിലും പുരാണങ്ങളല്ല, ഏതെങ്കിലും കഥപുസ്തകത്തിനുള്ളതല്ല, ഏതെങ്കിലും ലോക്കൽ മനുഷ്യന്മാർ പറയുകയല്ല. വമായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബുവത്തിന്റെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ചെറിയൊരു വേദന വന്നാൽ, കാലിൽ മുള്ള തറച്ചാലും, പനി വന്നാലും അതുമൂലം പോലും നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ, സഹോദരങ്ങളെ, വേദനകൾ കൊണ്ടെന്തിന് വിഷമിക്കണം? ദോഷങ്ങൾ പൊറുക്കപ്പെടുമല്ലോ. അല്ലാഹുവിന്റെ മുത്തനബിതങ്ങൾ പറയുകയാണ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൽ ഖൈറാ, ഒരു മനുഷ്യർക്ക് പരലോകത്ത് സ്വർഗ്ഗം കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ, ഒരാണിനോ പെണ്ണിനോ പരലോകത്ത് ഖൈർ കൊടുക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ ദുനിയാവിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഇടങ്ങേറുകളും പടച്ചോൻ കൊടുക്കും. നേരെ മറിച്ച് ഒരു മനുഷ്യൻ അല്ലാഹു ആഖിറത്തിൽ നരകം കൊടുക്കാൻ തീരുമാനിച്ചാൽ ആഖിറത്തിൽ വേദനയാണ്, ആഖിറത്തിൽ ശിക്ഷയാണ്, ആഖിറത്തിൽ ശർറാണ് പടച്ചോൻ അവൾക്കോ അവനോ കൊടുക്കണതെങ്കിൽ ദുനിയാവിൽ വിഷമങ്ങൾ ഉണ്ടാകൂല. അംസകല്ലാഹു അൻഹു ബിദംബിഹി, ദുനിയാവിൽ വേദന ഉണ്ടാകൂല, കടങ്ങൾ ഉണ്ടാകൂല, രോഗങ്ങൾ ഉണ്ടാകൂല, അടുത്തവരും ഉടയവരും മരിച്ചു പോകൂല. ഒരു നിലക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ദുനിയാവിലുണ്ടെങ്കിൽ പേടിക്കണം കേട്ടോ, ആഖിറത്തിൽ ശിക്ഷ വരാനുണ്ട്. അപ്പൊ എന്റെ പെണ്ണുങ്ങളെ, സഹോദരങ്ങളെ, ചില ആൾക്കാരെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു ഇടങ്ങേറും അവർക്കില്ല. ഒക്കെ ഹാപ്പിയാണ്, ഒക്കെ സന്തോഷമാണ്. നല്ല വീട്, നല്ല വണ്ടി, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, ഇഷ്ടംപോലെ വരുമാനങ്ങള്. അവരിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാണ്. വേദനകളില്ല, സങ്കടങ്ങളില്ല. പുറമെ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇല്ലെങ്കിൽ പേടിക്കണം, പേടിക്കണം, പേടിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അല്ലാഹു തആല ചില മനുഷ്യന്മാരെ പരലോകത്ത് നരകത്തിലിടാൻ തീരുമാനിച്ചാൽ, പരലോകത്ത് അവർക്ക് തിന്മയും ശിക്ഷയും പടച്ചോൻ വിധിച്ചാൽ ദുനിയാവിൽ ബുദ്ധിമുട്ട് കൊടുക്കൂല, ദുനിയാവിൽ ഇടങ്ങേറ് കൊടുക്കൂല, ദുനിയാവിൽ സന്തോഷം തന്നെയായിരിക്കുമെന്ന് പറയുമ്പോ സഹോദരികളെ, വേദനകളുള്ളവരെ, നിങ്ങൾ വിഷമിക്കേണ്ട, സന്തോഷിക്കുകയാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. ദുനിയാവിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ആഖിറത്തിൽ എളുപ്പമാകുമെന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാരെ ചരിത്രം പരിശോധിച്ചു നോക്കുക. ഇപ്പൊ ഞാൻ മുഹയ്യദ്ദീൻ ഷേഖിന്റെ 35 കുട്ടികൾ മരിച്ചത് പറഞ്ഞല്ലോ. ഈ ലോകമാകെ പടക്കപ്പെടാൻ കാരണക്കാരനായ जहान का ओ मेरे आका की रोशनी है, उन्हों के कदमों की बरकतों से आज जिंदगी
സിന്ദഗീകെ അല്ലാഹുവിന്റെ മുത്തുനബിതങ്ങള് ഈ ലോകത്ത് അതിലും വലിയ നേതാവില്ലല്ലോ. ആ മുത്ത് റസൂലുള്ള അനുഭവിച്ച വേദനകൾ നിങ്ങൾക്കറിയുമോ? ഒരു തെറ്റ് പോലും ചെയ്യാത്ത പുണ്യനബി, ഒരു ചെറിയ പാപം പോലും ചെയ്യാത്ത പുണ്യനബി, കണ്ണുകൊണ്ട് തെറ്റില്ല, കാതുകൊണ്ട് തെറ്റില്ല, നാവുകൊണ്ട് തെറ്റില്ല. ആ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര കുട്ടികൾ മരിച്ചുപോയി. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, അങ്ങനെ അതിലേറെ മക്കളെ റസൂലിന്റെ കയ്യെ കൊണ്ട് ഖബറിലേക്ക് നബിതങ്ങൾ തന്നെ വെച്ചല്ലോ. നബിതങ്ങളുടെ 7 കുട്ടികൾ മരണപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ മുത്ത് നബിതങ്ങള് നോക്കണം 5-6 കുട്ടികളെ നബിതങ്ങളെ കയ്യെ കൊണ്ട് ഖബറിലേക്ക് വെച്ചല്ലോ. ഇനിയാണോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് പടച്ചോൻ എന്നെ പരീക്ഷിക്കുന്നത്, ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെ കുട്ടിയെ പടച്ചോൻ മരിപ്പിച്ചത് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ കണ്ണു തുറക്കണം. ഒരു തെറ്റുപോലും ചെയ്യാത്ത ഈ ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ തെറ്റ് ചെയ്തിട്ടാണോ നബിതങ്ങളെ കുട്ടികൾ മരിച്ചുപോയത്? അബ്ദുള്ളയും ഖാസിമും ഇബ്രാഹിമും സൈനബും അടക്കം നബിതങ്ങളെ ജീവിച്ചിരിക്കുമ്പോ എത്ര കുട്ടികളാ മരിച്ചു പോകുന്നത്? അപ്പൊ ചിന്തിക്കണം, അത് വിഷമം അല്ലാഹുവിന്റെ റസൂൽ തെറ്റ് ചെയ്തത് കൊണ്ടല്ല. പിന്നെന്തിനാണ് വിഷമങ്ങളെന്നോ? ഇവിടുന്ന് എത്രത്തോളം വേദനകളുണ്ടോ, വിഷമങ്ങളുണ്ടോ, അത്രത്തോളം പരലോകത്ത് സുഖമുണ്ട്, രക്ഷയുണ്ട്. അതാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങള്. അല്ലാഹുവിന്റെ മുത്ത് നബിതങ്ങൾ വഫാത്താകുന്നത് ചിരിച്ചുകൊണ്ടല്ലോ. നബിതങ്ങൾക്ക് പനി വന്നത് മരിച്ചങ്ങനെ പനി വന്നിട്ട് രോഗത്തിലായി കടപ്പിലായല്ലോ. ഒരു ജൂത പെണ്ണ് റസൂലുള്ളാഹിക്ക് ഭക്ഷണത്തിൽ വിഷം കൊടുത്തു. നബിതങ്ങൾക്ക് ഭക്ഷണത്തിൽ വിഷം കൊടുത്തു. ആ വിഷം കാരണമാണ് നബിതങ്ങൾക്ക് പനി വരുന്നത്. ആ പനിയിലാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നത്. അല്ലേ? ഇതൊക്കെ പരീക്ഷണല്ലേ? നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി കൊല്ലപ്പെടുകയാണ് ഒരർത്ഥത്തിൽ. കാരണം വിഷം നബിതങ്ങളുടെ ശരീരത്തിൽ വിഷമായിട്ട് ആ വിഷം കൊണ്ടാണ് പനി വരുന്നത്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് ശരിക്കും മനസ്സിലാക്കണം നിരീശ്വരവാദത്തിലേക്ക്, അല്ലെ, യുക്തിവാദത്തിലേക്ക് പോകാൻ കാരണം എന്താ പറയുക? ഞങ്ങളുടെ നാട്ടില് മലപ്പുറം ജില്ലയില് ഒരാൾ നിരീശ്വരവാദിയായി, എന്റെ നാടിനടുത്ത യുക്തിവാദിയായി. എന്താ കാരണം? അവന്റെ സഹോദരൻ 5 വക്ത് പള്ളിയിൽ പോയി നിസ്കരിക്കും, ദിക്ർ ചൊല്ലും, ഖുർആൻ ഓതും. അവൻ ബൈക്ക് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. അപ്പൊ സഹോദരൻ പറഞ്ഞു, എപ്പോഴും പള്ളിക്ക് നിസ്കരിക്കാൻ പോകുന്ന എന്റെ സഹോദരൻ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലുന്ന എന്റെ സഹോദരൻ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താ അള്ളയാണ്, എന്ത് ദൈവമാണ് അവനെ സംരക്ഷിക്കണ്ടേ? നിസ്കാരവും നോമ്പും നിക്റും സ്വലാത്തുക്കൾ എന്റെ സഹോദരൻ മരിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചിട്ട് ഇവൻ നിരീശ്വരവാദിയാണ്. ഇതാ നമ്മുടെ അവസ്ഥ. ഈ ദുന്യാവ് പരീക്ഷണമാണ് മക്കളെ, പരീക്ഷണത്തിന് ഇടമാണ്. അപ്പൊ നല്ല പരീക്ഷണം ഉണ്ടാവും. ഈ പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയണം. ഔലിയാക്കന്മാർ വിജയിച്ചു, അമ്പിയാക്കന്മാർ വിജയിച്ചു, നമ്മൾ പരാജയപ്പെടുക. നമുക്കത് സഹിക്കാൻ കഴിയണില്ല. കാരണം എന്താ? ഈമാൻ കുറവാണ്. ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ ഉറക്ക ചൊല്ലണം. ഹബീബുനാ വ മൗലാനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൈതു ഇലൈക യാ സനദി വ അൻത ദഖീറതി ലിഗദി ശഫീഉൽ ഖൽഖി ഖുദ് ബിയദി വ കുൻ ഔതി റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹ് ചൊല്ലി സലാമുല്ലാഹ് അലാ ത്വാഹ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവിന്റെ മുത്തനബി നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹു ല യഹ്മി അബ്ദഹുൽ മുഅ്മിന ഫിദ്ദുനിയാ. അല്ലാഹു ദുനിയാവിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നറിയണോ? വഹുവ യുഹിബ്ബുഹു കമാ തഹമൂന മരീദകും അത്അമ വശറാബ്. നിങ്ങൾ
നിങ്ങളെ ബന്ധുവിന്, നിങ്ങളെ മകനിക്ക്, നിങ്ങളെ കുടുംബത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നിങ്ങൾ വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ അവരെ നിങ്ങൾ സംരക്ഷിക്കുന്ന പോലെയാണ് അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ പറയുന്നത്? ശരിക്കും മനസ്സിലാക്കണം. സാധാരണ ഒരു വയല് കേൾക്കുന്ന പോലെ, ഒരു പ്രസംഗം കേൾക്കുന്ന പോലെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടാതെ എന്താണ് ഈ പറയുന്നത് വിഷയം ഉൾക്കൊണ്ടാൽ ഇന്നത്തെ പ്രസംഗം നിങ്ങളെ ഹൃദയം കൊണ്ട് കേട്ടാൽ മനസ്സിൽ സമാധാനം ഉണ്ടാവും. നമ്മൾ ഇതാ പഠിക്കണം. ഈമാൻ വർദ്ധിക്കുന്ന ഇത്തരം ഇരുമുകളാണ് കേൾക്കേണ്ടത്. അപ്പോഴേ അള്ളാഹു വിശ്വാസം കൂടുള്ളൂ. ഈമാൻ കൂടാതെ എത്ര നിസ്കരിച്ചിട്ടെന്താ കാര്യം? ആദ്യം അള്ളാഹിനെ വിശ്വസിക്കും. ഇന്ന് എല്ലാവർക്കും അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ അള്ളാഹുവിന് വിശ്വാസമല്ല. വിഷമം പ്രയാസം വരുമ്പോഴേക്ക് തവക്കുലില്ല. അള്ളാഹ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അള്ളാഹുവിനെ വിശ്വസിക്കണില്ല. കേട്ടോ? അപ്പോ നബികൾ പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ബന്ധുവിന് രോഗം വന്നാൽ നിങ്ങൾ ഭക്ഷണം വെള്ളം കൊടുക്കൂലല്ലോ. കാരണം എന്താ? ആ ഭക്ഷണം വെള്ളം കൊടുക്കാത്തത് ആ രോഗിക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു കുട്ടിക്ക് നിങ്ങളുടെ ബന്ധുവിന് അസുഖം വന്നാൽ നിങ്ങൾ ഭക്ഷണവും വെള്ളവും കൊടുക്കാതിരിക്കുന്ന പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പലതും തരാതിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ കല്യാണം കഴിഞ്ഞ് കുറെ വർഷമായാലും കുട്ടികളുണ്ടാകൂല. ഒരുപാട് ദുആ ചെയ്യും, പോകാത്ത ദർഗകളില്ല, കയറാത്ത പള്ളികളില്ല, ഉംറക്ക് പോയും ദുആ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഭാവനകൾ ചെയ്ത് ദുആ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, അലോപ്പതി ചികിത്സ കഴിഞ്ഞു, ആയുർവേദ ചികിത്സ കഴിഞ്ഞു, ഹോമിയോപ്പതി ചികിത്സ കഴിഞ്ഞു, എന്നിട്ടും ഭാര്യ ഗർഭിണിയാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഇത്ര ദുആയിരുന്നിട്ടും എന്താ അല്ലാഹു എന്റെ ദുആ സ്വീകരിക്കാത്തത്? അല്ലാഹു എനിക്കൊരു കുട്ടിയെ തരുന്നില്ലല്ലോ, ഞാൻ ഗർഭിണിയാകുന്നില്ലല്ലോ, എന്റെ മകൾക്ക് ഗർഭമുണ്ടാകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നിരാശപ്പെടണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നിങ്ങൾക്കൊരു പക്ഷേ കുട്ടിയെ പടച്ചോൻ തടഞ്ഞു വെക്കുന്നത്, നിങ്ങളെ മകൾക്കൊരു പക്ഷേ ഗർഭം തരാതിരിക്കുന്നത് എന്തിനാന്നറിയോ? അല്ലാഹു അതിലായിരിക്കും ഖൈറ് കണ്ടിരിക്കുക. ഒരു പക്ഷേ കുട്ടിയുണ്ടായാൽ ആ കുട്ടി കാരണമാകാം നിങ്ങൾക്ക് നരകം കിട്ടുന്നത്. ആ കുട്ടി കുരുത്തക്കേടുള്ള കുട്ടിയായേക്കാം, അല്ലെങ്കിൽ വേറെ വല്ല നിലക്കുന്ന നാശങ്ങളും പരാജയങ്ങളും വന്നേക്കാം. അപ്പൊ പിന്നെ അങ്ങനത്തെ കുട്ടി ഇല്ലാതിരിക്കലാണല്ലോ നല്ലത്. അതാ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ അമ്മാനോട് കുറെ ചോദിക്കും, പക്ഷേ പടച്ചോൻ തരൂല. ചില ആളുകൾക്ക് ആരോഗ്യം ചോദിക്കും, അസുഖം സുഖപ്പെടാനും ശിഫയാകാനും ദുആ ചെയ്തു, പക്ഷേ ശിഫയാകുന്നില്ല, രോഗം സുഖപ്പെടുന്നില്ല. ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു, ഓപ്പറേഷൻ ചെയ്തു, ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു, എല്ലാ സൂപ്പർ ഹൈടെക് ആശുപത്രികളിലും കൊണ്ടുപോയി, പക്ഷേ സുഖപ്പെടുന്നില്ല. ആയിരുന്നിട്ടും സുഖമില്ല. അതെന്താന്നറിയോ? അവന്റെ ആ രോഗം സുഖപ്പെടാതിരിക്കലാകും ഖൈറ്. നമ്മക്കറിയില്ല. അതുകൊണ്ടാണ് പടച്ചോൻ അതിന് ശിഫ നൽകാത്തത്. അതുകൊണ്ട് സന്തോഷിക്കാണ് വേണ്ടത്, വിഷമിക്കുകയല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങളൊരു കുട്ടിക്ക് രോഗം വന്നാൽ, കുട്ടികൾക്ക് പനി വന്നാൽ, കുട്ടി ഒരു പക്ഷേ പൊറാട്ട ചോദിക്കും, കൊടുക്കൂല. ഡോക്ടർമാർ പറയും കുട്ടിക്ക് അസുഖമാണ്, വയറിന് കേടാണ്, കഞ്ഞി മാത്രമേ കൊടുക്കാവൂ, അല്ലെങ്കിൽ ലഘുവായ ബ്രെഡ് പോലെയുള്ള ഭക്ഷണമേ കൊടുക്കാവൂ എന്ന് ഡോക്ടർമാര് പറഞ്ഞാൽ, കുട്ടികൾ ബിരിയാണിക്ക് കരഞ്ഞാലും, കുട്ടി ബിരിയാണിക്ക് വേണ്ടി കരഞ്ഞാലും ഉമ്മയും ബാപ്പയും ബിരിയാണി കൊടുക്കൂല, പൊറാട്ട വാങ്ങിക്കൊടുക്കൂല. എന്തേ കാരണം? കുട്ടിക്ക് ഇത് കൊടുക്കാതിരിക്കുന്നത് കുട്ടിയോടുള്ള വെറുപ്പ് കൊണ്ടല്ല, കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല. ഉമ്മയും ബാപ്പയും കുട്ടിക്ക് ഇത് തടഞ്ഞു വെക്കുന്നത് കുട്ടിക്ക് നല്ല ഭാവി കിട്ടാൻ വേണ്ടിയാ. ഇതുപോലെ രോഗമുള്ള കുട്ടി ഐസ്ക്രീമിന് വേണ്ടി കരയുമ്പോ മാതാപിതാക്കൾ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കൂല. വയറിന് അസുഖമാണ്, തൊണ്ടക്ക് അസുഖമാണ്, ചുമയാണ്, കഫക്കെട്ടാണ്,
ന്യൂമോണിയാണ്, തണുത്തതൊന്നും തിന്നാൻ പാടില്ല ഡോക്ടർമാർ പറഞ്ഞാൽ. കുട്ടി ഐസ്ക്രീമിന് കരഞ്ഞാലും ബാപ്പിമ്മി വാങ്ങിക്കൊടുക്കൂല. അപ്പൊ കുട്ടി ഇങ്ങനെ ചിന്തിക്കാണ്, ഞാൻ എത്ര എന്റെ ഉമ്മയോട് ഐസ്ക്രീം ചോദിച്ചിട്ടും ബാപ്പയോട് ചോദിച്ചിട്ടും തരുന്നില്ലല്ലോ. എന്റെ ഉമ്മ ക്രൂരതയാണ്, എന്റെ ബാപ്പ ക്രൂരതയാ ചെയ്യുന്നത് എന്ന് കുട്ടി ചിന്തിച്ചാൽ എങ്ങനെയാണ്? ഇതുപോലെയാണ് ചില മനുഷ്യന്മാർ റബ്ബിനോട് ആരോഗ്യം ചോദിച്ചാലും പടച്ചോൻ കൊടുക്കൂല. ചില ആൾക്കാർ സമ്പത്ത് ചോദിച്ചാലും പടച്ചോൻ കൊടുക്കൂല. ചില ആൾക്കാർ കുട്ടിയെ ചോദിച്ചാലും പടച്ചോൻ കൊടുക്കൂല. എന്തേ നബി തങ്ങൾ പറയുന്നത്? കുട്ടികൾക്ക് രോഗം വന്നാൽ നിങ്ങൾ ഭക്ഷണ വെള്ളം തടഞ്ഞു വെക്കുന്നത് പോലെ അള്ളാ തടഞ്ഞു വെക്കുകയാ. സമ്പത്ത് കൊടുത്താൽ ഇവൻ നാശമായേക്കാം, അപ്പൊ കൊടുക്കൂല. ആരോഗ്യം കൊടുത്താൽ ചില വലിയ പ്രശ്നം വന്നേക്കാം, അതുകൊണ്ട് കൊടുക്കൂല. അപ്പൊ എന്താണോ നമുക്കുള്ളത് അതിൽ നമ്മൾ അൽഹംദുലില്ലാഹ്. ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിക്ക്, നമ്മൾ ഐസിയുവിൽ കിടക്കുന്ന രോഗിക്ക് ഭക്ഷണം കൊടുക്കൂല. രോഗി പറയും എനിക്ക് ബിരിയാണി വേണം, നെയ്ച്ചോറ് വേണം, പക്ഷേ മക്കളും കുടുംബക്കാരും അത് കൊടുക്കൂല. രോഗിക്ക് എന്തേ കൊടുക്കാതിരിക്കണത്? രോഗിയോടുള്ള വെറുപ്പ് കൊണ്ടല്ല, രോഗിക്ക് നല്ല ബാധി കിട്ടാൻ വേണ്ടിയാണ്. ഐസിയുവിൽ കിടക്കുന്ന രോഗിയോട് വർത്താനം പറയരുത് എന്ന് പറഞ്ഞാൽ നമ്മളും വാപ്പ സുഖമില്ലാതെ കിടക്കുമ്പോ സന്ദർശകരെ അനുവദിക്കൂല, വർത്താനം പറയാൻ സമ്മതിക്കൂല. അതെന്തിനാണ്? അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇതുപോലെയാണ് പടച്ചോൻ പലതും തടഞ്ഞു വെക്കുന്നത്. ഷുഗറുള്ള രോഗിക്ക് പഞ്ചസാര കൊടുക്കൂല, പഞ്ചസാര ചോദിക്കുമ്പോ മക്കൾ കൊടുക്കൂല. പ്രഷറുള്ള രോഗിക്ക് ഉപ്പ് കൊടുക്കൂല. അതെന്തിനാണ്? അവർക്ക് ഖൈർ കിട്ടാൻ വേണ്ടിയാണ്. ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചിലത് തടഞ്ഞു വെക്കുന്നത്. ചിലർക്ക് സൗന്ദര്യം കൊടുക്കൂല, ചിലർക്ക് സമ്പത്ത് കൊടുക്കൂല, ചിലർക്ക് ആരോഗ്യം കൊടുക്കൂല, ചിലർക്ക് കണ്ണുക്ക് മക്കളെ കൊടുക്കൂല. ഇങ്ങനെ പലജാതി വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതില് പടച്ചോന്നൊരു ഖൈറ് കണ്ടിട്ടാകുമെന്ന് കരുതി സന്തോഷിക്കല്ലാതെ വിഷമങ്ങളുടെ മാറാപ്പുമായി പായാരങ്ങളുടെ സങ്കടങ്ങളുടെ ലോകവുമായി നടക്കരുത്. അതാണ് വൈദേശിക പറയുന്നത്. ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം തീരെയുള്ളവർ. ഇങ്ങനത്തെ വലിയ മഹത്വമുള്ള വൈദേശിക പോലും വിഷമങ്ങളും പ്രയാസങ്ങളും വന്നപ്പോ സങ്കടപ്പെടാതിരുന്നത് അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, ഒരു ബൈക്കിന്റെ ചാവി കളഞ്ഞു പോയിട്ടുണ്ട്. കണ്ടുകിട്ടുന്നവർ എൻക്വയറി ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുന്നു. ഒരു ബൈക്കിന്റെ ചാവി കളഞ്ഞു പോയിട്ടുണ്ട്. കണ്ടുകിട്ടുന്നവർ എൻക്വയറി ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുന്നു. ഇനി വിഷയത്തിലേക്ക് വരും. അപ്പൊ എന്റെ പ്രസംഗം ശരിക്കും കേൾക്കണ്ടാവില്ലല്ലോ സഹോദരിമാരെ. എന്ത് വിഷമാണെങ്കിൽ എത്ര ചികിത്സിച്ചിട്ടും ആ അസുഖമാണ് സുഖപ്പെടുന്നില്ല, സങ്കടപ്പെടണ്ട. എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അത്രത്തോളം ഹൈറുണ്ടാകും. അള്ളാഹുവിന് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം പരീക്ഷണങ്ങളുടെ കട്ടി കൂടും. അങ്ങനെ അതാണ് അല്ലാഹുവിന്റെ മുത്തനബികൾ പറയുന്നത്. അശദ്ദുന്നാസി ബലാ, കൂടുതൽ പരീക്ഷണങ്ങൾ ആർക്കാണെന്നറിയോ? അൽ-അംബിയ, അല്ലാഹുവിന്റെ നബിമാർക്കാണ്. അത് കഴിഞ്ഞാൽ ഫലം തലു സുമ്മല്ലം തലു, അത് കഴിഞ്ഞാൽ പിന്നെ അവരെ തൊട്ട് താഴെ ഉള്ളവരാരോ അവർക്കാണ്. എത്രത്തോളം റബ്ബിലേക്ക് ഉയർന്നു പോകുന്നുവോ അത്രത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ജൂതപ്പടകൾക്ക് പരാജയം ഉണ്ടാകൂല. പാവപ്പെട്ട പലസ്തീനികൾക്ക് പരാജയമായേക്കാം, അവർ കൊല്ലപ്പെട്ടേക്കാം, അക്രമകാരികൾക്ക് ഉയർച്ചയായേക്കാം. വിഷമിക്കണ്ട കേട്ടോ. കാരണം കൂടുതൽ വിഷമങ്ങളും പരീക്ഷണങ്ങളും ആർക്കാന്നറിയോ? അല്ലാഹുവിന്റെ നബിമാർക്കും ഇഷ്ടപ്പെട്ട ആളുകൾക്കുമാണ്. കാരണം എത്രത്തോളം നല്ല അല്ലാഹുവിലേക്ക് അടുക്കുന്നോ അത്രത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടാകും. അങ്ങനെ തന്നെയാണ് നബികൾ പറയുന്നത്. ഇന്നൽ ജസാ മഅ ബലാ, എത്രത്തോളം ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരീക്ഷണങ്ങൾക്കും കട്ടിയുണ്ടോ അതിനനുസരിച്ച്
അതിനനുസരിച്ച് പ്രതിഫലത്തിനും കട്ടിയുണ്ടാവും. ശരിയാണല്ലോ. 1-ാം ക്ലാസ്സിലെ പരീക്ഷ പോലെയല്ല 2-ാം ക്ലാസ്സിലെ പരീക്ഷ. 1-ാം ക്ലാസ്സിലത് സിമ്പിളാണ്, 2-ാം ക്ലാസ്സിലത്തെ അതിനേക്കാൾ കുറച്ചുകൂടി കട്ടി കൂടും. അതുപോലെ 8-ാം ക്ലാസ്സിലെ പരീക്ഷ പോലെയല്ല 9 പോലെയല്ല SSLC പരീക്ഷ നല്ല കട്ടിയുണ്ടാകും. അതെന്താ? അത് ഉയർന്നതിലേക്ക് പോകുമ്പോ പരീക്ഷണത്തിന് കട്ടി കൂടും. ഇതുപോലെ സിവിൽ സർവീസ് പരീക്ഷയാണോ, CA പരീക്ഷയാണോ, ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പരീക്ഷയാണോ, കട്ടി കൂടും. ഇതുപോലെ അല്ലാഹുവിലേക്ക് അടുക്കുമ്പോ പരീക്ഷണങ്ങൾക്ക് കട്ടി കൂടും. അതുകൊണ്ട് റബ്ബിൽ നിന്ന് ഞാൻ അടുക്കണ്ട എന്നല്ല ചിന്തിക്കേണ്ടത്, പിന്നെ പരാജയത്തിന്റെ പടുകുഴിയാണ്. നിങ്ങൾക്കറിയോ, നമ്മളൊക്കെ ഒരു കൊല്ലം കഴിയുമ്പോ നമ്മളെ സമ്പത്തിന്റെ കണക്ക് കൂട്ടാറുണ്ടല്ലോ. ഒരു അക്കാഡമിക് ഇയർ കഴിയുമ്പോ, ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോ നമ്മള് വരവ് ചെലവ് കണക്ക് കൂട്ടാറുണ്ടല്ലോ. ഈ വർഷം എത്രയാ വരുമാനമുള്ളത്, ഈ വർഷം എത്രയാ ചെലവുള്ളത് എന്നിങ്ങനെ കണക്ക് കൂട്ടുന്ന പോലെ അല്ലാഹുവിന്റെ സ്വഹാബികൾക്ക് ഒരു പണിയുണ്ടായിരുന്നു എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തുന്നു. ഒരു കൊല്ലം കഴിയുമ്പോ സ്വഹാബത്ത് ഇങ്ങനെ കണക്ക് കൂട്ടും. ഈ കൊല്ലത്തിൽ എനിക്ക് രോഗം വന്നിട്ടുണ്ടോ, അസുഖം വന്നിട്ടുണ്ടോ, എനിക്ക് ദാരിദ്ര്യം വന്നിട്ടുണ്ടോ, കച്ചവടം പൊളിഞ്ഞിട്ടുണ്ടോ, ഒരു വിഷമങ്ങളുമില്ലെങ്കിൽ, രോഗങ്ങൾ വരാത്ത വർഷമാണെങ്കിൽ, സങ്കടങ്ങളില്ലാത്ത വർഷമാണെങ്കിൽ, സാമ്പത്തിക നഷ്ടമില്ലാത്ത വർഷമാണെങ്കിൽ അവർ കരയും. എന്നിട്ട് പറയും, അല്ലാഹ് ഈ കൊല്ലം എനിക്ക് വിഷമങ്ങളൊന്നും തന്നില്ലല്ലോ, ഈ കൊല്ലം എനിക്ക് രോഗങ്ങളൊന്നും തന്നില്ലല്ലോ, ഈ കൊല്ലം എനിക്ക് നഷ്ടങ്ങളൊന്നും തന്നില്ലല്ലോ. പടച്ചോനെ, എന്നെ പരലോകത്തിട്ട് ഇടങ്ങേറാക്കാൻ വേണ്ടിയാണോ ഈ കൊല്ലം എനിക്ക് സന്തോഷത്തിലാക്കിയത് അല്ലാഹ്? നമ്മളോ സന്തോഷം വരുമ്പോ കഴിച്ചിലായി ഇവർ കൈ കൊട്ടിയിട്ട് പാടുകയാണ്. സ്വഹാബത്ത് അങ്ങനല്ല. ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലെങ്കിൽ അവരിങ്ങനെ സങ്കടപ്പെട്ട് പറയും, അല്ലാഹ് ഒരു വിഷമങ്ങളും എനിക്ക് നൽകാത്തത് ദുനിയാവിൽ സുഖം തന്നിട്ട് ആഖിറത്തിൽ ദുഃഖം തരാനാണോ അല്ലാഹ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയുണ്ട്. അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോ കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി ഇങ്ങനെ കരയുകയാണ്. ആൾക്കാർ ചോദിച്ചു, എന്തിനാ കരയുന്നത്? മരിക്കാൻ നേരത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തേങ്ങി 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 കരഞ്ഞു പറയുന്നത്, അല്ലാഹ് എന്റെ ബിസിനസ് ഒന്നും ഇതുവരെ പൊളിഞ്ഞിട്ടില്ല, ഞാൻ തുടങ്ങിയ കച്ചവടമൊന്നും പൊളിഞ്ഞിട്ടില്ലല്ലോ, ദുനിയാവിൽ ഞാൻ കഷ്ടപ്പാടറിഞ്ഞിട്ടില്ല, ദുനിയാവിൽ ഞാൻ ദാരിദ്ര്യം അറിഞ്ഞിട്ടില്ല, എന്റെ ബിസിനസ് ഇതുവരെ പൊളിഞ്ഞിട്ടില്ല, എന്റെ എല്ലാ കച്ചവടങ്ങളും വിജയമായിരുന്നു. പടച്ചോനെ, ഞാൻ മരിക്കാൻ പോകാണ്, ദുനിയാവിലേക്ക് നല്ലോണം തുറന്നു നിന്നിട്ട് എല്ലാ കച്ചവടങ്ങളും ലാഭം തന്നിട്ട് പടച്ചോനെ എന്റെ ആഖിറം നീ വഷളാക്കാൻ വേണ്ടിയാണോ ദുനിയാവിലെ എല്ലാ ബിസിനസ്സും നീ വിജയിപ്പിച്ചു തന്നത്? ദുനിയാവിലെ എന്റെ എല്ലാ ആഗ്രഹങ്ങളും സന്തോഷത്തിലാക്കി തന്നത് ആഖിറം പിടിച്ചാനാണോ അല്ലാഹ് എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് വഫാത്താകുമ്പോ നമ്മളിവിടെ സുഖം കിട്ടുമ്പോ പേടിക്കാ വേണ്ടത് കേട്ടോ. വിഷമങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ സന്തോഷം വരുമ്പോ നമ്മൾ പേടിക്കണം. പടച്ചോ, നമ്മൾ ആഖിറം ഇടങ്ങാറാക്കാൻ തീരുമാനിച്ചോ എന്ന് നോക്കൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പരീക്ഷണങ്ങളല്ലേ. 3 കൊല്ലം നബിതങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ലല്ലോ. നബിതങ്ങളെ ശത്രുക്കൾ ഉപരോധിക്കുകയാണ്, ഭക്ഷണം കൊടുക്കുന്നില്ല, ചോറ് കൊടുക്കുന്നില്ല. 3 കൊല്ലം അല്ലാഹുവിന്റെ മുത്തനബിതങ്ങള് ഭക്ഷണം കിട്ടാതെ വെറും പച്ചിലകൾ മാത്രം തിന്നു. ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം, ആട് വിസർജിക്കുമ്പോ ആട്ടം കാട്ടമാണല്ലോ. ഇതുപോലെ 3 കൊല്ലം ആദരവായ നബിതങ്ങളുടെയും സ്വഹാബത്തിനെയും വിസർജ്യങ്ങള് ആട്ടിൻ കാഷ്ടം പോലെയായിരുന്നു. എന്താ കാരണം? പച്ചില മാത്രമാ തിന്നുന്നത്. ഇങ്ങനെ റസൂലുള്ള പരീക്ഷണം സഹിക്കേണ്ടി വന്നു. നബിതങ്ങളെ ചെറുപ്പത്തിലെ നോക്കി നിങ്ങൾ കുട്ടികളൊക്കെ മരിച്ചുപോയി, കല്യാണം കഴിഞ്ഞായി ഖദീജ ബീവിയും മരിച്ചുപോയി. എല്ലാ നിരക്കും വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്. ദുനിയാവിലേക്ക് വരുമ്പോ തന്നെ ബാപ്പയില്ല,
6 മാസമാകുമ്പോ 6 വയസ്സാകുമ്പോ ഉമ്മയും മരണപ്പെട്ടു പോയി. യതീമായി വളരുന്നുണ്ട്. പാപ്പയില്ല, ഉമ്മയില്ല, ആരാറുമില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ഭാര്യയും മരിച്ചുപോയി. നോക്കണം നിങ്ങൾ എത്ര ഇടങ്ങേറാണ്. നിസ്കരിക്കുമ്പോ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് നിബിധങ്ങളെ കൈത്തിൽ ചാർത്തി. ഇങ്ങനെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിബിധങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പറയുന്നത് ഫലഅന്നക വാഇഉൻ നഫ്സക അലാ താരിഹിം ഇല്ലം യുമിനൂ ബിഹാദൽ ഹദീഥി അസഫാ. നബിയെ, ടെൻഷൻ കാരണം, ദുഃഖം കാരണം, വിഷമം കാരണം നിങ്ങളെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ ആത്മഹത്യ ചെയ്തു പോകും നബിയേ. ഉണ്ടോ? ഖുർആൻ പറഞ്ഞ വാക്കാണത്. നബിയെ, നിങ്ങളെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ ആത്മഹത്യ ചെയ്തു പോകും. അതിന് മാത്രം വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ആദരവായ മുത്തനബിതങ്ങൾക്ക് പോലും ഇത്ര വിഷമങ്ങളും പ്രയാസങ്ങളും. പിന്നെ നമ്മളെ വിഷമങ്ങൾ ഹല്ലി വല്ലി അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് പടച്ചോനെ ഒഴിവാക്കിയതല്ല. അങ്ങനെ ചിന്തിക്കേണ്ടത്. ആരായിരുന്നു ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം? ഖുർആൻ എടുത്തു പറഞ്ഞില്ലേ? ഖുർആൻ പുകഴ്ത്തി പറഞ്ഞതല്ലയോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പറ്റിയിട്ട് അള്ളാഹു പുകഴ്ത്തിയിട്ട് സ്തുതിച്ച് പറഞ്ഞതല്ലയോ? നിഅമൽ അബ്ദു എന്നോ കമാ ഖാൽ അവ്വാബ്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പുകഴ്ത്തി പറയുന്നുണ്ട്. എന്താ പരീക്ഷണം? അസുഖം വന്നു. സാധാ അസുഖമല്ല. 12,000 പുഴുക്കള് ശരീരത്തിലൂടെ അങ്ങ് കയറിയിറങ്ങി. നമ്മളെ കൈമ്മല് കാലുമ്മല് തുടയിലോ മറ്റോ മുറിവ് വന്നാൽ 1 or 2 പുഴുക്കളുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സഹിക്കാൻ പറ്റോ? എന്നാൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരം മുഴുവനും വ്രണങ്ങൾ വന്നു, ശക്തമായ മുറിവുകൾ വന്നു. 10-12,000 പുഴുക്കൾ ശരീരത്തിൽ കയറിഞ്ഞിറങ്ങി. അദ്ദേഹത്തിന്റെ 3 ഭാര്യമാരിൽ നിന്ന് 2 ഭാര്യമാരും ഒഴിവാക്കിപ്പോയി. സ്വന്തം ഭാര്യ, അവസാനം കൂടെയുള്ള ഭാര്യ മരുഭൂമിയിൽ പോയി ഒറ്റക്ക് കഴിയുകയാണ്. ജനങ്ങളെല്ലാം അയ്യൂബ് നബിയോട് നാട്ടിൽ നിന്ന് വിട്ടുപോകാൻ പറഞ്ഞു. നീ ഞങ്ങളുടെ നാട്ടിൽ നിന്നാൽ മറ്റുള്ളവർക്കും രോഗം പകരുമേ, മറ്റുള്ളവർക്കും രോഗം പകരുമേ എന്ന് പറഞ്ഞ് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇങ്ങനെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. നോക്കണം നിങ്ങള്, 10-12,000 പുഴുക്കളൊക്കെ ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? അങ്ങനെ വിഷമങ്ങളും പ്രയാസങ്ങളും വന്നിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോ അദ്ദേഹം പറയുകയാണ്, പടച്ചോനെ ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നുണ്ടല്ലോ അല്ലാ, ക്ഷമിക്കുന്നുണ്ടല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞ് പള്ള പറഞ്ഞു. അങ്ങനത്തെ വർത്താനം പറയണ്ട അയ്യൂബ്, നീ ക്ഷമിക്കുകയാണോ? ക്ഷമ ഞാൻ നൽകുകയാണോ? ചിന്തിക്കണതൊക്കെ. ഇങ്ങനത്തെ രോഗം വന്നപ്പോ അയ്യൂബ് നബി പറഞ്ഞു, പടച്ചോ ഇങ്ങനത്തെ രോഗവും അസുഖമൊക്കെ നീ തന്നിട്ട് ഞാൻ ക്ഷമിക്കുകയാണല്ലോ. അപ്പൊ അല്ലാഹ് പറഞ്ഞെന്താ? നീ ക്ഷമിച്ചു എന്ന് പറയണ്ട, ക്ഷമ ഞാൻ തന്നതല്ലേ. അത് അല്ലാഹ് തരണ്ടേ? നമ്മൾ പറയും അങ്ങനത്തെ പരീക്ഷണം വിഷമങ്ങളൊക്കെ പടച്ചോ കൊടുത്തിട്ടും ആ പെണ്ണ് വല്ലാതെ ക്ഷമിക്കേണ്ടത്. ആ പെണ്ണ് ക്ഷമിക്കണം, ആ പെണ്ണിന് മാത്രമല്ല, ആ ക്ഷമ അല്ലാഹ് കൊടുക്കല്ലേ. നമ്മൾ പറയല്ലോ, ആ മനുഷ്യന് ഇങ്ങനെ വിഷമം പ്രയാസങ്ങൾക്ക് വന്നിട്ടും അയാളുടെ മനക്കെട്ടി ഭയങ്കരാണ്, അയാളുടെ മനക്കരുത്ത് ശക്തമാണ്, അവരൊക്കെ സമ്മതിക്കണം എന്ന് പറയല്ലോ. സുഹൃത്തെ, അവർക്ക് ആ മനക്കെട്ടി ഉണ്ടാവില്ലല്ലോ, അതും അല്ലാഹ് കൊടുക്കല്ലേ. നമുക്കൊരു റോളുമില്ലല്ലോ, ഒരു റോളും മനുഷ്യർക്കില്ല, ഒന്നുമില്ല. അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ സ്നേഹം മാത്രം, വേറൊന്നുമില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാമിന് അള്ളാഹ് പറയാം, നീ ക്ഷമിച്ചതല്ലല്ലോ, ക്ഷമ ഞാൻ തന്നതല്ലേ. ആലോചിച്ചോക്കണം. അപ്പൊ എന്താണെന്നറിയ, എന്തുണ്ടെങ്കിൽ നമുക്കൊരു റോളുമില്ല, ഒക്കെ പടച്ചോൻ അല്ലാഹ്. ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിക്ക് മരിക്കുമ്പോ വിഷമം ഉണ്ടാവില്ല. നമ്മൾ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ കുറെ നിസ്കാരം നോമ്പും കൂട്ടിയിട്ട് കാര്യമില്ല. അതിനൊക്കെ മുമ്പ് ഈ ഈമാൻ ഉണ്ടാവണം. എന്ത് വിഷമം വന്നാലും അൽഹംദുലില്ലാ പറയാൻ കഴിയണം, പ്രയാസത്തിനും അൽഹംദുലില്ലാ പറയാൻ കഴിയണം. ബിരിയാണി തിന്ന് വയറ് നിറഞ്ഞ് ഏമ്പക്കം വിട്ട് പല്ല് കുത്തിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നതിനേക്കാൾ പടച്ചോനിഷ്ടം
ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവും വിഷമങ്ങളും ക്ഷാമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ കഴിയണം. നമ്മൾ നിസ്കരിക്കണം എങ്ങനെ? അല്ലാഹു അക്ബർ, എന്താ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതി അല്ലാഹുക്കാണെന്നാണ് ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്ത്. എവിടെ സർവസ്തുതിയും? ഇന്ന് ഉള്ളിന് വിഷമാണ്. എന്റെ മകന്റെ കല്യാണം ആയില്ല, മകളെ കല്യാണം ആയില്ല, മകന്റെ വിസ ശരിയായില്ല, ഭർത്താവിന്റെ കടം തീർന്നില്ല, വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല, തറപ്പണി കഴിഞ്ഞിട്ടില്ല, എന്റെ മകൾക്ക് ഒരു പൊന്ന് കിട്ടിയിട്ടില്ല. ഇങ്ങനെ വിഷമം പ്രയാസം തന്നെ നമുക്ക്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കണില്ല, തരാത്തിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ. എന്നിട്ട് കൈ കെട്ടിയിട്ട് ഫാത്തിഹയില് പറഞ്ഞ എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വസ്തുതിയും അല്ലാഹുക്കാണ്. അത് അല്ലാഹനെ പറ്റിക്കാണ്. ഉള്ളിന് സ്തുതി വേണം. ഉള്ളിന് സ്തുതി ഇല്ലാതെ കൈ കെട്ടിയിട്ട് സർവ്വസ്തുതിയും അല്ലാഹുക്കാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിൽ മനസ്സുകൊണ്ട് സ്തുതിക്കണം, ഖൽബ് കൊണ്ട് പറയാൻ പഠിക്കണം അൽഹംദുലില്ലാഹ്. വിഷമം പ്രയാസാണെങ്കിൽ അള്ളാഹ് തന്ന നിയമത്ത് ചിന്തിക്ക്. നമുക്ക് നടുവേദന ഉണ്ട്, വയറുവേദന ഉണ്ട്, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താ അറിയോ? ഒരു ചെറിയ അസുഖം വന്നാൽ മതി. കണ്ണൂര് ഒരു കുട്ടിക്ക് ഒരു നട്ടലിന്റെ അസുഖം വന്നിട്ട് ഒരു തുള്ളി മരുന്നിന്റെ വില എത്ര? 30 കോടി രൂപയാണ്. 30 കോടി രൂപയാണ് തുള്ളി മരുന്നിനുള്ളത്. അങ്ങനത്തെ അസുഖം നമുക്ക് തന്നില്ലല്ലോ. കിഡ്നി മാറ്റി വെക്കണം, 20 ലക്ഷം. നമുക്ക് ആ രോഗമല്ലല്ലോ. ഡയാലിസ് ചെയ്യപ്പെടുന്ന എത്ര രോഗികളുണ്ട്, നമുക്ക് ആ രോഗമല്ലല്ലോ. കരട് മാറ്റി വെക്കാൻ 1 കോടി വേണം, 25 ലക്ഷം 75 ലക്ഷം വേണം. മനുഷ്യന്റെ രക്തം ഉൽപ്പാദിക്കുന്ന ബോൺമേരോ മജ്ജ കേടുവന്നാൽ മജ്ജ മാറ്റി വെക്കണമെങ്കിൽ 60 ലക്ഷം 85 ലക്ഷം ഒക്കെ വേണം. നമുക്ക് ആ രോഗമല്ലല്ലോ. എന്നിട്ട് നമ്മൾ അതില്ലാത്ത രോഗത്തെ പറ്റി ചിന്തിച്ച് അൽഹംദുലില്ലാഹ് പറയാതെ ഭയങ്കര ഡിസ്ക് വേദന, മുട്ടുംകാല് വേദന, ഉപ്പൂറ്റി വേദന, തലവേദന, ഇതിനെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കണത്. അള്ളാഹു നിന്റെ കരളിന് അസുഖം തന്നിട്ടില്ല, കിഡ്നിക്ക് രോഗം തന്നിട്ടില്ല, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമല്ലോ. കണ്ണ് കാഴ്ചയില്ലാത്ത ആളുകൾ എത്ര ലക്ഷങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. അപ്പോഴും കണ്ണിന്റെ കാഴ്ചയുടെ അനുഗ്രഹം മറക്കുന്ന മനുഷ്യ, ദഹനേന്ദ്രിയങ്ങൾക്ക് രോഗം തന്നിട്ടില്ലല്ലോ. അതും നീ അല്ലാഹനെ മറക്കാണ്. പിന്നെ എത്ര നന്ദി കെട്ടവനാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. വാൽവ് മാറ്റി വെക്കപ്പെടേണ്ട രോഗികളുണ്ടല്ലോ, ഹൃദയം മാറ്റി വെക്കുന്ന രോഗികളുണ്ടല്ലോ. ലക്ഷങ്ങളല്ലേ ചെലവാകുന്നത്, അതൊന്നും പടച്ചോൻ നമുക്ക് തരുന്നില്ലല്ലോ. അന്തരീക്ഷത്തിൽ നിന്ന് സ്വന്തമായി ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്ത എത്ര രോഗികളുണ്ട്. 24 മണിക്കൂറും സിലിണ്ടർ വേണം, ഓക്സിജൻ സിലിണ്ടർ വേണം. എനിക്കൊരു രോഗിയെ അറിയാം, അദ്ദേഹത്തിന് എപ്പോഴും ഓക്സിജൻ സിലിണ്ടർ വേണം. ആ സിലിണ്ടറിൽ നിന്ന് മൂക്കിലേക്ക് മാസ്കിലേക്ക് കണക്ഷൻ ഉണ്ട്. കക്കൂസ് പോകുമ്പോഴും സിലിണ്ടർ വേണം. ആശുപത്രി പോകുകയാണെങ്കിലും സിലിണ്ടർ ഇങ്ങനെ കൊണ്ടു നടക്കണം. വലിയൊരു ഓക്സിജന്റെ സിലിണ്ടർ കുറ്റിയായിട്ട് ഇങ്ങനെ നടക്കുന്ന എത്രയെത്ര രോഗികളുണ്ട്. പടച്ചോ നമുക്ക് ആ രോഗം തന്നില്ലല്ലോ. പറയുമോനെ അൽഹംദുലില്ലാഹ്, പറയണം മോളെ അൽഹംദുലില്ലാഹ്. അപ്പോഴും 99 കാര്യം പടച്ചോ നടത്തി തന്നാലും നടത്തി തരാത്ത ഒരേ കാര്യത്തിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്ന നിന്നയെ പറ്റി വിട്ടി എന്നല്ലാതെ മറ്റെന്തു പറയാൻ. കടലിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന, വിശാലമായ സമുദ്രത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യം പറയാൻ വെള്ളമെവിടെ, വെള്ളമെവിടെ, വെള്ളമെവിടെ. കടലിൽ നീന്തുന്ന മത്സ്യം, കടലിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന മീൻ ചോദിക്കുന്നു വെള്ളമെവിടെ. പൊട്ടത്തരം ചോദ്യമല്ലേ, കടൽ മുഴുവനും വെള്ളമല്ലേ. ഇതുപോലെയാണ് മനുഷ്യന്മാര് അനുഗ്രഹങ്ങളിലും സുഖങ്ങളിലും നമ്മൾ ആറാടുമ്പോഴും നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? ഒരു സുഖവുമില്ല, എന്നും ഇടങ്ങേറാൻ, പരീക്ഷണങ്ങളാൻ. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിഷമം ചിന്തിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു രോഗത്തിന്റെ വിഷമം ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ഇടങ്ങേറാന്ന് പറയുമ്പോഴും കണ്ണിന്റെ കാഴ്ച തരുന്ന റബ്ബിനെ മറന്നു, കാതിന്റെ
കേൾവി തരുന്ന റബ്ബിനെ മറന്നു, കരളിന്റെ പ്രവർത്തനം നടത്തി തരുന്ന റബ്ബിനെ മറന്നു, കിഡ്നിക്ക് രോഗം തരാത്ത റബ്ബിനെ മറന്നു, ആമാശയത്തിന് രോഗം തരാത്ത റബ്ബിനെ മറന്നു. തിന്ന ഭക്ഷണം പുറത്തു പോകാൻ കഴിയാതെ മലദ്വാരത്തിന് ക്യാൻസർ വന്നിട്ട് പ്രിയപ്പെട്ടവരെ വേരോട്ടയാക്കിയിട്ട് മലത്തിന്റെ സഞ്ചി തൂക്കി നടക്കുന്ന നൂറുകണക്കിന് രോഗികളുണ്ടല്ലോ. നമുക്ക് പടച്ചോനത് തന്നില്ലല്ലോ. മൂത്രം പോകാതെ ഒരു തുളച്ചിട്ട് അതിലൂടെ മൂത്രം പോകുന്ന ആയിരക്കണക്കിന് രോഗികളുണ്ടല്ലോ. അതും നമ്മൾ മറന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്വസിക്കാൻ കഴിയാതെ തൊണ്ടയിൽ ഓട്ടയാക്കി ശ്വസിക്കുന്നവരുണ്ടല്ലോ. നമുക്ക് പടച്ചോൻ അതൊന്നും തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും പറയണം അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാണെന്നറിയോ? അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹിന്റെ പേരെന്താ? അഹ്മദ്. എന്താ അതിന്റെ അർത്ഥം? സ്തുതിക്കുന്നവൻ. അല്ലാഹുവിനെ എപ്പോഴും സ്തുതിക്കുന്നവൻ. വേദനയാകുമ്പോഴും അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ്. അങ്ങനെ ചിന്തിക്കും നിങ്ങൾ. ബഹുമാനപ്പെട്ട മുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പട്ടിണിയാ സഹിച്ചത് എന്നറിയോ? പലരെന്നും പട്ടിണിയാണ്. മകളായ ഫാത്തിമ ബീവിന്റെ വീട്ടിലും പട്ടിണിയാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനെ പണിയില്ലാതെ വീട്ടിലിങ്ങനെ പട്ടിണി കിടന്ന് അലിയാർ തങ്ങളും ഭാര്യ ഫാത്തിമ ബീവിയും മക്കളായ ഹസൻ ഹുസൈനും പട്ടിണി കിടന്നിങ്ങനെ വിഷമിക്കുകയാണ്. വീട്ടിൽ ഒന്നും പുകയുന്നില്ല, അടുപ്പിൽ പുകയില്ല. അപ്പോഴാണ് ഏതോ ഒരു ജൂതന്റെ വളപ്പിന് അലിയാർക്ക് പണി കിട്ടുന്നത്. തോട്ടം കുത്തുന്ന പണി കിട്ടിയപ്പോ അങ്ങ് ജോലി ചെയ്തു. അങ്ങനെ പണി കിട്ടിയപ്പോ അയാള് കുറച്ച് പൊടി കൊടുത്തു. ഒരു 1 കിലോ പൊടി കൊടുത്തപ്പോ അലിയാറ്റങ്ങള് സന്തോഷത്തോടെ ആ ജൂതന്റെ വീട്ടുവളപ്പിൽ പണി ചെയ്ത് കൊടുത്തപ്പോ, ജോലി ചെയ്തപ്പോ പകരമായി കിട്ടിയ ഗോതമ്പ് പൊടിയുണ്ടല്ലോ, അതുമായി വീട്ടിലേക്ക് വന്ന് ഫാത്തിമാനോട് സന്തോഷത്തോടെ പറയാണ്, ഫാത്തിമ, ഇന്നൽപ്പം പണി കിട്ടിയിട്ടുണ്ട്. ആ പണിയുടെ പ്രതികാരമായി പൊടി കിട്ടിയിട്ടുണ്ട്. നീ റൊട്ടി ഉണ്ടാക്കിക്കോ എന്ന് പറയുമ്പോ ആവേശത്തോടെ സന്തോഷത്തോടെ ഫാത്തിമ ബീവി റൊട്ടി ഉണ്ടാക്കി. ആ പൊടി കൊണ്ട് 4 പത്തിരി ഉണ്ടാക്കുകയാണ്. ഒന്ന് അലിയാർക്ക് കൊടുത്തു, മറ്റേത് മകനായ ഹസന് കൊടുത്തു, മൂന്നാമത്തേത് ഹുസൈനും കൊടുത്തു. പിന്നെ ഫാത്തിമ ബീവിയും ഒരു റൊട്ടി എടുത്തു. 4 റൊട്ടിയാണല്ലോ. ഫാത്തിമ ബീവി ആ റൊട്ടി തിന്നാൻ നേരത്തെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ ബാപ്പ മുത്ത് റസൂലുള്ളാഹിക്ക് ഒരു പക്ഷേ പട്ടിണിയാകും എന്ന് ചിന്തിച്ച് ഫാത്തിമ ഓടുകയാണ്. വൈകുന്നേര സമയത്ത്, സന്ധ്യാസമയത്ത്, മഗ്‌രിബിന്റെ സമയത്ത് ഓടിക്കതച്ച റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ചെന്നു. അബീ അബീ അബീ, ഉപ്പാ 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 എന്ന് നീട്ടി വിളിക്കുമ്പോ മോന്തി സമയത്ത്, സന്ധ്യാസമയത്ത് നബി തങ്ങൾ ചോദിച്ചു, എന്താണ് മോളെ പാതി ഈ സമയത്ത്, ഈ അസമയത്ത്, സന്ധ്യാസമയത്ത് എന്തേ മോളെ? ഉപ്പാ, ഇന്ന് എന്റെ ഭർത്താവിന് ജൂതന്റെ ഒരു വീട്ടുവളപ്പിൽ ജോലി കിട്ടി ഉപ്പാ. പാപ്പാ, ഇന്ന് അല്പനേരം പണി കിട്ടിയിട്ടുണ്ട്. ആ പണിയെടുത്ത് നിന്ന് പ്രത്യുപകാരമായി അല്പം പൊടി കിട്ടി. അപ്പൊ ഞങ്ങൾ 4 പത്തിരി ഉണ്ടാക്കി. ഒന്ന് ഞാൻ അലിക്ക് കൊടുത്തു, ഒന്ന് ഹസന് കൊടുത്തു, ഒന്ന് ഹുസൈന് കൊടുത്തു. എന്റെ റൊട്ടി കിട്ടിയപ്പോ എനിക്ക് വാപ്പച്ചന് ഓർമ്മ വന്നു. പാപ്പാ, ഇതാ പത്തിരി എന്ന് പറഞ്ഞ് ഈ റൊട്ടി അങ്ങ് വാങ്ങണമെന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി അതിനൊരു കഷ്ണം വാപ്പാക്ക് കൊടുക്കുമ്പോ നിബിധങ്ങൾ ഇല്ലായ്മ അറിയിച്ചില്ല, വന്നായും അറിയിച്ചില്ല, തന്റെ ദാരിദ്ര്യം അറിയിച്ചില്ല. നിബിധങ്ങൾ മാന്യമായി പറഞ്ഞു, മോളെ ഇതിനൊന്നും ആവശ്യമില്ല മോളെ. പക്ഷേ റസൂലുള്ളാഹിക്ക് മകൾ കൊടുത്തതല്ലേ, ആ സ്നേഹം സന്തോഷം നിരസിക്കാൻ പാടില്ലല്ലോ. നിബിധങ്ങൾ അങ്ങ് വാങ്ങി. എന്നിട്ട് തന്റെ വായിലേക്ക് വെച്ചപ്പോ നബിതങ്ങളെ കൺട്രോള് പോയി. നബിതങ്ങളെ നിയന്ത്രണം വിട്ടു. നബിതങ്ങള് കരഞ്ഞുകൊണ്ട് ഫാത്തിമാനോട് പറയാണ്, മോളെ, ഞാൻ നിന്നോട് ഇതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാലും മോളെ, നീ തന്ന റൊട്ടിയുണ്ടല്ലോ, അത് ഞാൻ എന്റെ വായിലേക്ക് വെച്ചപ്പോ വല്ലാഹി ഇന്നഹാ ലഅവ്വൽ ലുഖ്മത്തിൻ വദിഅ ഫീ അബീകി മുൻദു 3 അയ്യാം. മോളെ, 3
ദിവസമായി നിന്റെ വാപ്പാന്റെ വായിലേക്ക് വെക്കുന്ന, നിന്റെ വാപ്പാന്റെ പള്ളേക്കരങ്ങുന്ന ഭക്ഷണം നീ തന്ന ഈ റൊട്ടി കഷ്ണമാണ് മോളെ. 3 ദിവസമായി നിന്റെ വാപ്പാന്റെ വായിലേക്ക് ഇറങ്ങുന്ന റൊട്ടിയാണിത് എന്ന് പറയുമ്പോ 3 ദിവസം എന്റെ വീട്ടിൽ പട്ടിണി എന്ന് മുത്തനബി തങ്ങൾ പറയുമ്പോ, സഹോദരങ്ങളെ ചിന്തിക്കണേ, നമ്മള് റസൂലുള്ളാഹിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണല്ലോ. അവ പടച്ചോൻ നബി തങ്ങൾക്ക് ആ ലോകത്തേറ്റവും അനുഗ്രഹം ചെയ്തത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മുതലല്ല, പൈസയല്ല, തീറ്റകളുടെയും പുളിയുടെയും വിഭവ സമൃദ്ധങ്ങളുമായ വിഭവങ്ങളല്ല. പിന്നെയോ ഏറ്റവും വലിയ സമ്പത്ത് ഈമാനാണ്. പ്രിയപ്പെട്ടവരെ, തഖ്വയാണ്. ഇതൊക്കെ ചരിത്രം പഠിക്കണം. ഇന്നിപ്പോ ഫലസ്തീന് കൊല്ലപ്പെടുകയാണ്. ഫലസ്തീന് നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ കൊല്ലപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം, നമ്മൾ ചിന്തിക്കുക, ഫലസ്തീനിലെ നിരപരാധികൾ അങ്ങനെ കൊല്ലപ്പെടുമ്പോ, നിരപരാധികൾ കൊല്ലപ്പെടുമ്പോ ചരിത്രത്തിലേക്ക് വാ. അള്ളാഹുവിന്റെ നബിയായിരുന്നല്ലോ ഖുർആൻ പറയുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാം, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. സക്കരിയ നബിയെ അള്ളാഹു നേരിട്ട് വിളിക്കുന്നത് ഖുർആനിലുണ്ട്. ആ സക്കരിയ നബിയുടെ വിഷമം പറയുമോ? സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഈർച്ചവാട് കൊണ്ടുവന്ന് ശത്രുക്കൾ മൂർധാവിനെ വാടുകൊണ്ട് മരം ഈരുന്ന പോലെ 2 കഷ്ണമായി ഈർന്ന് 2 കഷ്ണമാക്കുന്നു. ജൂതപ്പടയുടെ തീത്തുപ്പുന്ന പീരങ്കികൾക്ക് മുമ്പിൽ പെരുമാറ് കാട്ടി പടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഫലസ്തീനിന്റെ മക്കള്, തീത്തുപ്പുന്ന പീരങ്കികൾക്ക് മുമ്പിൽ പൊട്ടിപ്പൊരിക്കുന്ന പാവപ്പെട്ട ലബനാനുടെയും ഫലസ്തീനെയും പിഞ്ചു പൈതങ്ങള്, ആ ചിതറിക്കിടക്കുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മാംസ കഷ്ണങ്ങൾ കാണുമ്പോ നിരാശ വേണ്ട മോമിനെ. അല്ലാഹുവിന്റെ നബിയായ റസൂലായ സക്കരിയ നബി അലൈഹിസ്സലാം, മകൻ യഹ്യ അലൈഹിസ്സലാം, മകൻ നബിയാണ്. ബാപ്പയായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ മൂർധാവിന്റെ മുകളില് ശത്രുക്കൾ മൂർച്ച കൂട്ടിയ വാട് കൊണ്ടുവന്നിട്ട് മരം വീരുന്ന പോലെ, മരകഷ്ണം വീരുന്ന പോലെ സക്കരിയ നബിയുടെ മൂർധാവിൽ വാള് വെച്ച് തീർന്ന് പച്ചയായി ജീവനോടെ 2 കഷ്ണമാക്കി കൊന്നു. പാവപ്പെട്ട ഫലസ്തീനികളെ ജീവനോടെ മുമ്പ് വെച്ച് കൊല്ലുമ്പോ, പാവപ്പെട്ട ഗർഭിണികളെ കുത്തിക്കൊല്ലുമ്പോ, സക്കരിയ നബി അലൈഹിസ്സലാമിനെ കൊന്നപ്പോ അല്ലാഹ് പറയുന്നുണ്ട്, സക്കരിയ നിങ്ങൾ ക്ഷമയില്ലാതെ ആഹ് ആഹ് എന്ന് നിലവിളിച്ച് പൊട്ടിക്കറഞ്ഞിരുന്നുവെങ്കിൽ അമ്പിയാക്കന്മാരുടെ സുന്ദരമായ ലിസ്റ്റിൽ നിന്ന് നിങ്ങളെ പേര് ഞാൻ എഴുതിയത് മാറ്റുമായിരുന്നു. ഇങ്ങനെ കീർച്ചവാട് കൊണ്ട് 2 കഷ്ണാക്കപ്പെടുമ്പോ ക്ഷമയില്ലാതെ ആഹ് എന്ന് പറഞ്ഞ് നിലവിളിച്ചിരുന്നെങ്കിൽ നിങ്ങളെ പേര് ഞാൻ മായ്ച്ചു കളയുന്നു. ഇത് സക്കിയെടുക്കുന്ന പരീക്ഷണമാണ്. അപ്പൊ നമ്മൾ ഇസ്ലാമിന് ചരിത്രം പഠിക്കണം. അദ്ദേഹത്തിന്റെ മകനായ യഹ്യ നബി അലൈഹിസ്സലാമോ, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ. യഹ്യ നബി അലൈഹിസ്സലാമിന് ശത്രുക്കൾ എന്താ ചെയ്തത്? കഷ്ണമാക്കി ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് സുബ്ഹാനല്ലാഹ് രാജാവിന്റെ തീന്മേശയിലേക്ക് പൊരിച്ചാടിനെയും സഹോദരങ്ങളെ മീൻ വരട്ടിയിട്ട് കഷ്ണമാക്കി പ്ലേറ്റിലിടുന്ന പോലെ, പോത്ത് വരട്ടിയിട്ട് പ്ലേറ്റിൽ വെക്കുന്ന പോലെ യഹ്യ നബിയെ കഷ്ണമാക്കിയിട്ട് പ്ലേറ്റിലിട്ട് രാജാവിന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു. നബിയാണ് കഷ്ണമൊക്കെ എടുക്കുന്നു. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രം പഠിക്കണം. റസൂലുള്ളാഹിന്റെ പേരക്കിടാവോ ഹുസൈൻ. ആരാ അതൊക്കെ? ഖത്ലെ ഹുസൈൻ അസ്ൽ മേ മർ ഗേ യസീദ് ഹൈ. ഖത്ലെ ഹുസൈൻ അസ്ൽ മേ മർ ഗേ യസീദ് ഹൈ. हर इस्लाम जिंदा होता है हर करबला का बाद, हर करबला का बाद इस्लाम जिंदा होता है. കർബല എന്ന് പറഞ്ഞാൽ തന്നെ കെറുബുൻ വ ബലാഉന്ന,
കെറുബ് എന്ന് പറഞ്ഞ വേദന എന്നാണ്, ബല എന്ന വിഷമം എന്നാണ്. കെറുബുൻ ബല, വിഷമങ്ങളും വേദനകളും. ഇതാണ് കെർബല എന്ന നാടിന്റെ പേര് തന്നെ. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് ഹുസൈൻ. ഫാത്തിമ ബീവിന്റെ മകനാണ്. നാളെ പരലോകത്ത് സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് ഹുസൈൻ എന്ന മുഹമ്മദ് മുസ്തഫ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ് അല്ലാഹുവിന്റെ റസൂൽ ഹുസൈന്റെ നാവ് തന്റെ വായിലേക്ക് ഇട്ട് ചെറുപ്പത്തിൽ കളിപ്പിച്ചിരുന്നു. നബി തങ്ങൾ നിസ്കരിക്കുമ്പോ ഹസൻ ഹുസൈൻ എന്ന കുട്ടികൾ തന്റെ പുറത്ത് കയറി എന്ന് കളിച്ചിരുന്നു. ഇങ്ങനെ സ്നേഹിച്ചും ലാളിച്ചും താലോടിച്ചും വളർത്തിയ നബി തങ്ങളെ പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? 2 കഷ്ണമാക്കുന്നു, തലയറുക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല ഒരു വലിയ മരത്തിൽ ഇങ്ങനെ തൂക്കിയിടുകയാണ്. ഹുസൈൻ തങ്ങളെ തലയുള്ളത് ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണ്. അദ്ദേഹത്തിന്റെ ഉടലുള്ളത് ഇറാഖിലെ കർബലയിലാണ്. ഈജിപ്തിലേക്ക് ക്രൂരനായ ഭരണാധികാരി പറഞ്ഞത് ഹുസൈന്റെ തല ഇങ്ങോട്ട് കൊടുത്തയക്കണമെന്നാണ്. അതുകൊണ്ട് ഫലസ്തീന്റെ മണ്ണിലും ലബനാന്റെ മണ്ണിലും ഛിന്ന ഭിന്നമാക്കപ്പെടുന്ന പാവപ്പെട്ട നിരപരാധികളായ മുസ്ലിമീങ്ങളെ ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ കാണുമ്പോ സങ്കടപ്പെടണ്ട. ചരിത്രത്തിന്റെ ആവർത്തനമാ. സ്വർഗത്തിലെ യുവാക്കളെ നേതാവെന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹു 2 കഷ്ണമാകുന്നത്. ഒരു ഭാഗം കർബലയിൽ ഇറാഖിലാണ്, തല ഈജിപ്തിലുമാണ്. ഇതല്ലേ പരീക്ഷണങ്ങള്. റസൂലുള്ളാഹിന്റെ വേറെ പേരക്കുട്ടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു. അതും സ്വർഗത്തിലെ നേതാവാണ്. സ്വന്തം ഭാര്യ ഭക്ഷണത്തിൽ ഒരു വിഷം കൊടുത്തു കൊന്നു. ആരെ? ഫാത്തിമാന്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ. നോക്കണേ, റസൂലിന്റെ മരുമകനാണ് ഉസ്മാൻ തങ്ങൾ. നബി തങ്ങളെ 2 പെൺകുട്ടികളെ കെട്ടിയ ആളാണ്. മകളെ നബി തങ്ങൾ കെട്ടിച്ചു കൊടുത്തു. ആ മകള് മരണപ്പെട്ടപ്പോ മറ്റേ മകളെയും കെട്ടി. അങ്ങനെ മുത്തുനബി തങ്ങളുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച മരുമകനാണ് സയ്യിദുനാ ഉസ്മാൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, എനിക്ക് 40 പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ശേഷം മറ്റേ കുട്ടി എന്ന നിലക്ക് 40 പെൺകുട്ടികളെയും കെട്ടിച്ചു കൊടുക്കാൻ അർഹതയുള്ള അനുയോജ്യനായ എന്റെ മരുമകനാണ് എന്റെ ഉസ്മാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുപോയി. അത്രയും വലിയ മഹാനാൻ. ഇസ്രാ മിഅ്റാജിന് നബി തങ്ങൾ സ്വർഗ്ഗത്തിൽ ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, സ്വർഗ്ഗത്തിന്റെ ഓരോ തൂണിലും ഞാൻ കണ്ടത് ഉസ്മാൻ എന്ന ഉസ്മാന്റെ പേരാണ്. ജിബ്രീലിന്റെ ചിറകിനും ഉസ്മാൻ എന്ന പേര് എഴുതപ്പെട്ടത് ഞാൻ കണ്ടു. എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണെന്നും മുഹമ്മദ് മുസ്തഫ. എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇത്രമാത്രം സ്ഥാനങ്ങളും മാനങ്ങളും ബഹുമതികളുമുള്ള ഉസ്മാൻ തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ ശത്രുക്കൾ ബേക്കിലൂടെ വന്ന് മൂർച്ചേറിയ കത്തി കൊണ്ട് കുത്തിയങ്ങ് കൊന്നു. നോമ്പുകാരനായി അസറിന് ശേഷം ഖുർആൻ ഓതുമ്പോൾ ഉസ്മാൻ തങ്ങളെ കുത്തിക്കൊന്നു. ചോര തെറിച്ചു. നോമ്പ് കുറിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം പോലും കൊടുത്തില്ല. അദ്ദേഹം ഓതിയ ഖുർആനിലേക്ക് ചോര തെറിച്ചു. ആ ഖുർആൻ ഇന്ന് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കന്റ് മ്യൂസിയത്തിലുണ്ട്. ഞാൻ പല പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്. താഷ്കന്റ് മ്യൂസിയത്തിൽ ഉസ്മാൻ തങ്ങളെ ചോര തെറിച്ച അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ ഓതിയ ഖുർആൻ ഇന്നുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഫലസ്തീനിലും ഫലസ്തീനിലും ലബനാനിലും യമനിലും അതുപോലെയുള്ള രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ചിത്രങ്ങൾ കാണുമ്പോ റസൂലുള്ളാഹിന്റെ മരുമകനായ നബി തങ്ങളുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് മുത്ത്
മുത്തുനിബിതങ്ങൾ പ്രവചിച്ചു പോയ ജിബ്രീലിന്റെ ചിറകിലും ഉസ്മാന്റെ പേരുണ്ട്, അർശിലും ഉസ്മാന്റെ പേരുണ്ട്, സ്വർഗത്തിലും ഉസ്മാൻ എന്ന പേര് വെക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രമാത്രം പൗരുഷ നിറഞ്ഞ ഉസ്മാൻ തങ്ങൾ പോലും കുത്തേറ്റ് കഷ്ണമാക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോ ദുനിയാവ് പരീക്ഷണങ്ങളാലയം തന്നെയാണ്. നോമ്പ് മുറിക്കാൻ ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ടത് പോലും കൊടുക്കില്ല. ഉസ്മാൻ തങ്ങളെ ജനാസ മറവ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. 3 ദിവസം കുറ്റിക്കാട്ടിൽ കടന്നു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് മറവ് ചെയ്യാൻ സമ്മതിച്ചത്. എന്തിനാ പറയണത് എന്നറിയോ? ചിന്ന ഭിന്നമാക്കപ്പെട്ട പാവപ്പെട്ട പലസ്തീനിക മൃതശരീരങ്ങളും അല്ലെങ്കിൽ പാവപ്പെട്ട യമനികളെ മൃതശരീരങ്ങളില് എവിടെങ്കിലും ചിതറിക്കിടക്കുന്നത് കാണുമ്പോ പ്രിയപ്പെട്ടവരെ, നിരാശ കൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകണ്ട. ചരിത്രങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നേരിട്ട പരീക്ഷണങ്ങളാണിത്. സുബ്ഹാനല്ലാഹ്. ഈ ഉമർ തങ്ങളോ ഇസ്ലാമിന്റെ 2ാം ഖലീഫയല്ലേ? നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ മിഹ്റാബിലേക്ക് പോകുമ്പോഴാണ് കുത്തിക്കൊല്ലുന്നത്. 4ാമത്തെ ഖലീഫ അലി ഇബ്നു അബീ താലിബ്, അദ്ദേഹം സുബഹി നിസ്കരിക്കാൻ എല്ലാരെ പുറേന്നും ആളുകളെ വിളിച്ചുകൂട്ടി ജമാഅത്തിന് കൊണ്ടുപോയി മിഹ്റാബിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തെയും കുത്തിക്കൊലപ്പെടുത്തുന്നത്. 1ാം ഖലീഫയാ സിദ്ദീഖ് തങ്ങളോ മലമ്പനി പിടിച്ചിട്ട് വഫാത്തായി. 2ാം ഖലീഫ കൊല്ലപ്പെട്ടു, 3ാം ഖലീഫ കൊല്ലപ്പെട്ടു, 4ാം ഖലീഫ കൊല്ലപ്പെട്ടു. നിങ്ങളെ പേരക്കുട്ടി ഹുസൈൻ നിങ്ങളും കൊല്ലപ്പെട്ടു, മറ്റേ കുട്ടി ഹസനും കൊല്ലപ്പെട്ടു, സക്കരിയ നബി കൊല്ലപ്പെട്ടു, യഹ്യാ നബി കൊല്ലപ്പെട്ടു. അപ്പൊ വിഷമങ്ങളും പ്രയാസങ്ങളും ഇതൊക്കെ ഇസ്ലാമിന്റെ ചരിത്രമാണ്. തീയിൽ മുളച്ചത് വെയിലത്ത് വാടുമോ? അതുകൊണ്ട് എന്റെ വാഴ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറഞ്ഞാലുള്ളത്, എങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ നമ്മളെ വിഷമങ്ങളൊന്നും ഒരു വിഷമങ്ങളല്ല കേട്ടോ. ഫാത്തിമ ബീവി മരിക്കുമ്പോ 10-29 വയസ്സല്ലേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ മരിച്ചുപോയല്ലോ. അതുകൊണ്ട് ഏത് നിലക്കുള്ള പരീക്ഷണം നേരിട്ടാലും അതിലൊന്നും വിഷമിക്കണ്ട. ഇവിടെയുള്ള വേദനകള് നാളെ വരാൻ പോകുന്ന സുഖത്തിന്റെ ലക്ഷണങ്ങളാണ്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഉസ്താദുമാർ പറയാറുണ്ട്. എന്താ ഉദാഹരണം? ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തു നോക്കുക. ലേബർ റൂമിൽ കിടന്നാലേ ഒരു വേദനയില്ലെങ്കിൽ സംഗതി ഡേഞ്ചറാണ്. പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തു, ലേബർ റൂമിലാണ്, ഒരു വേദന ആ പെണ്ണിനില്ലെങ്കിൽ എല്ലാരും പറയും ഓൾക്കൊരു വേദന ഇല്ലല്ലോ. അപ്പൊ പേടിയാ, പഠിച്ചോ ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ? വേദന ഒന്നുമില്ല, അപ്പൊ സിസേറിയൻ വേണ്ടി വരുമോന്ന് ആശങ്കയായി. നേരെ മറിച്ച് കുറെ സമയം കഴിഞ്ഞിട്ട് വേദന വന്നു. അപ്പൊ നഴ്സ് വന്ന് പറയാണ്, അവൾക്കിപ്പോ വേദന ഉണ്ട്. അപ്പൊ ഈ പെൺകുട്ടിന്റെ ഉമ്മക്ക് പറയും, അൽഹംദുലില്ലാഹ് വേദന ഉണ്ടല്ലോ. ഈ വേദനക്ക് അൽഹംദുലില്ലാഹ് പറഞ്ഞത്, ഈ വേദന ഉണ്ടെങ്കിൽ സുഖപ്രസവം നടക്കും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരൂല, സിസേറിയൻ വേണ്ടി വരൂല എന്നതാണ് ഈ വേദനന്റെ ലക്ഷണം. അപ്പൊ വേദന ഉണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും ഉമ്മ പറയും അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ ചെറിയ കുട്ടികൾ ചിന്തിക്കുകയാണ്, വേദന ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്? കുട്ടികൾക്കത് അറിയില്ല. ഈ ഉദാഹരണമാണ് ഫിറ്റ്. ദുനിയാവിൽ നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ, ദുനിയാവിൽ വേദനകളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും ഉണ്ടെങ്കിൽ ആഖിറത്തിൽ അത് സന്തോഷമാണ് എന്നതിന്റെ ലക്ഷണമാണ്. അതാണ് ഖുർആൻ പറയുന്നത്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ദുനിയാവിൽ വിഷമങ്ങളില്ല, വേദനകളില്ല. അതിന്റെ അർത്ഥം വിഷമങ്ങളില്ല എന്നല്ല, വിഷമങ്ങൾ അവരെ മനസ്സിനെ ബാധിക്കൂല എന്നാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. അവർക്ക് ദുനിയാവിലും ഹാപ്പിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ.
35 കുട്ടികൾ മരിച്ച മോദീശേഖം ദുനിയാവിൽ ഹാപ്പിയാണ്. എന്തേ കാരണം? പ്രശ്നങ്ങളും വിഷമങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ല. അതൊന്നും മനസ്സിലേക്ക് ഇറക്കൂല. അള്ളാഹുവിന്റെ വിധിയാണല്ലോ എന്ന് ചിന്തിച്ചാൽ പിന്നെ എന്തിന് വിഷമിക്കണം? അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, നിങ്ങളുടെയും എന്റെയും ഈമാൻ കൂട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ഖളായിൽ വിശ്വാസം വേണം. ഒക്കെ റബ്ബ് പണ്ടേ വിധിച്ചതാണ്. അള്ളാഹു ഖൈർ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതിയാൽ പിന്നെ എന്തിന് വിഷമിക്കണം? നാളെ പരലോകത്ത് വരുമ്പോ യുസബ്ബു അലൈഹിമുൽ അജ്റു സബ്ബാ, നിസ്കാരത്തിന്റെ കൂലി തൂക്കിയിട്ടാ കൊടുക്കുന്നത്, നോമ്പിന്റെ കൂലി തൂക്കിയിട്ടാ കൊടുക്കുന്നത്, സക്കാത്തിന്റെ കൂലി തൂക്കിയിട്ടാണ് കൊടുക്കുന്നത്, ഹജ്ജിനെയും തൂക്കിയിട്ടാണ് കൂലി കൊടുക്കുന്നത്. എന്നാൽ തൂക്കാതെ വാരിക്കോരി കൊടുക്കുന്ന കൂലി എന്തിനാണെന്നറിയണോ? ക്ഷമയ്ക്ക് വേണ്ടിയാണ്. ഇന്നമായുവ ഫസ്വാബിറൂന ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ വാരിക്കോരി അള്ള വിഭവങ്ങളും സുഖങ്ങളും പരലോകത്തെ പ്രതിഫലങ്ങളും കൊടുക്കുന്നത് ക്ഷമിച്ചവർക്ക് വേണ്ടിയാണ്, ക്ഷമിച്ചവർക്ക് വേണ്ടിയാണ്. അല്ലാഹു ഹിസാബില്ലാതെ വിചാരണയില്ലാതെ ചില ആൾക്കാരെ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് പെട്ടെന്നങ്ങ് കടത്തിവിടുമ്പോൾ സഭയിൽ എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുകയാണ്. ഇന്ന് സൂര്യൻ 9,85,00,000 കിലോമീറ്റർ ദൂരെയാണ്. എന്നിട്ടും നമുക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. 9,85,00,000 മൈൽസ് ദൂരെയായിട്ടും. എന്നാൽ മഹ്ശറയിൽ ഒരു ചാൻ മുകളിലാ സൂര്യനുള്ളത്. ഇന്ന് ഭൂമിയിൽ മണ്ണാണ്, മണലാണ്, എന്നിട്ട് പോലും സഹിക്കാൻ കഴിയുന്നില്ല. മഹ്ശറയുടെ നിലം ചമ്പാണ്. അപ്പൊ ചിന്തിച്ചു നോക്കൂ മഹ്ശറയുടെ അവസ്ഥ. ഇനിയോ ഈ മഹ്ശറയിൽ എല്ലാവരും വിയർത്ത് 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 വിയർപ്പിലങ്ങ് മുങ്ങിപ്പോകും. ശ്വാസം വിടാൻ വേണ്ടി ഇടക്കിടക്ക് വിയർപ്പ് ഇങ്ങനെ തലപൊക്കിയിട്ട് ശ്വാസം വിടുമെന്ന് മുഹമ്മദ് മുസ്തഫ. പുഴയിൽ കുളിക്കുമ്പോ, കടലിൽ കുളിക്കുമ്പോ, കുളത്തിൽ കുളിക്കുമ്പോ, ഊളിയിട്ട് നീന്തുമ്പോ ശ്വാസം വിടാൻ തലയൊന്ന് വെള്ളത്തിന്റെ മുകളിലാക്കുന്ന പോലെ മഹ്ശറയിലെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോ ശ്വാസം വിടാൻ തലന്ന് പൊക്കേണ്ടി വരും. ഇങ്ങനത്തെ ഭീകരമായ സമയത്ത് 50,000 കൊല്ലം വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് മഹ്ശറയിൽ നിൽക്കണം. ദാഹമാണ്, വെള്ളമില്ല, പ്രയാസമാണ്. എന്നാൽ ഇങ്ങനെ നിൽക്കുമ്പോ ചില ആൾക്കാരെ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ, ചോദ്യം ചെയ്യാതെ, നന്മതിന്മ തൂക്കാതെ, വെയിലില്ല, ചൂടില്ല, ദാഹമില്ല, ക്ഷീണമില്ല, അവരെ നേരിട്ട് സ്വർഗത്തിലേക്ക് റബ്ബിന്റെ മലക്കുകളങ്ങ് കൊണ്ടുപോകുമ്പോൾ മഹ്ശറയിലെ മലക്കൾ വിളിച്ചു പറയുകയാണ്, ഇതാരാന്നറിയോ? ദുനിയാവിൽ നിരന്തര വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അനുഭവിച്ചവരാണ്. അവരെ കയറാത്ത ആശുപത്രികളില്ല, അവരെ കാണാത്ത ഡോക്ടർമാരില്ല. ദുനിയാവിൽ എന്നും രോഗങ്ങളും അസുഖങ്ങളും വിഷമങ്ങളും കടങ്ങളും പട്ടിണിയും ദാരിദ്ര്യവുമായി എന്നും ഇടങ്ങേറുകളെ കൊണ്ട് പ്രയാസപ്പെട്ട് കഴിഞ്ഞിരുന്നവരെയാണ് അല്ലാഹുവിന്റെ മലക്കാണ് ഹിസാബില്ലാതെ സ്വർഗത്ത് കൊണ്ടുപോകുന്നത്. അവർക്ക് വാരിക്കോരി അല്ല കൊടുക്കുന്നത്. ഇത് കാണുമ്പോ മറ്റുള്ള മഹ്ശറയിലുള്ള ജനകൂടികൾ നിലവിളിച്ച് കരഞ്ഞു പറയുകയാണ്, അല്ലാഹ്, അവർക്ക് ഇത്രമാത്രം കൂലിയും പ്രതിഫലങ്ങളും ഇത്രമാത്രം ഇപ്പൊ നീ കൊടുക്കുന്നത് ദുനിയാവിൽ അവർ അനുഭവിച്ച രോഗങ്ങളെ കാരണമാണെങ്കിൽ ഞങ്ങളെയും ദുനിയാവിൽ നിനക്ക് രോഗികളാക്കി കൂടായിരുന്നു അല്ലാഹ്. ഞങ്ങളും അസുഖങ്ങളായി, രോഗികളായി, മാറാരോഗികളായി ദുനിയാവിൽ ഞങ്ങളും മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ് എന്ന് മറ്റുള്ളവർ വിളിച്ചു പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസൊക്കെ മനസ്സിലാക്കുമ്പോ എന്തിനാ വിഷമിക്കണം അല്ലേ? നമ്മൾ ഗൾഫൊക്കെ പോകുമ്പോ ടിക്കറ്റ് വേണം, പാസ്പോർട്ട് വേണം, വിസ വേണം, ബോഡി ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഫ്ലൈറ്റ് കയറ്റുക. മഹ്ശറയില് എത്ര ഹിസാബുണ്ട്, ഹിസാബ്, നന്മത്തിന്മ തൂക്കാക്കി, ഇതൊന്നുമില്ലാതെ, ഒരു കടമ്പില്ലാതെ ഡയറക്റ്റ് സ്വർഗത്തിൽ കിടക്കുന്ന ആൾക്കാരാണ്. ദുനിയാവിൽ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി ക്ഷമിച്ച ആൾക്കാരാണ്.
അപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു രോഗവും ഇല്ലാതെ മരിച്ചുപോയ ആൾക്കാർ മാഷരെന്ന് പറയും, അബേ ഞങ്ങൾക്ക് അസുഖം തന്നുകൂടായിരുന്നോ? ഇനി അടുത്ത അജീത് കേട്ടോ നിങ്ങൾ, ചില ആൾക്കാർക്ക് മാഷരയില് അല്ലാഹു തആല വാരിക്കോരി കൊടുക്കും. അല്ലാഹു തആല വാരിക്കോരി കൊടുക്കും. ആരാന്നറിയാം? ദുനിയാവിൽ എത്ര ദുആ ചെയ്തിട്ടും ദുആക്ക് ഉത്തരം കിട്ടാതിരുന്ന ആൾക്കാർ. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷമമുണ്ട്. എന്താ അറിയോ? അവര് പറയും, എത്ര ഞാൻ ദ്വായിരുന്നു ഒരു ഉത്തരം കിട്ടണില്ല, എത്ര മക്ബറെ പോയിട്ട് പടച്ചോണ്ട് ദ്വായിരുന്നു, എത്ര ഉസ്താദന്മാരോട് ദ്വാരിപ്പിച്ചു, എത്ര പള്ളിക്ക് സംഭാവന കൊടുത്ത് ദ്വാരത്തും പടച്ചോൻ കേട്ടില്ല. എന്നാ കേട്ടോ അതിന്റെ സുഖം. നാളെ മഹ്ശറിൽ വരുമ്പോൾ അല്ലാഹു തആല ചില മനുഷ്യന്മാരെ നന്മകൾ തൂക്കാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് വേഗം കൊടുക്കും. നാളെ പരലോകത്തിന് ധാരാളം പ്രതിഫലങ്ങൾ കൊടുക്കും. എന്നിട്ട് അല്ലാഹു പറയും, ഇതാരാ എന്നറിയോ? ദുനിയാവിൽ എന്നോട് പൊട്ടിക്കരഞ്ഞ് ഒരുപാട് ദുആ ചെയ്തിട്ട് ദുനിയാവിൽ ഞാൻ ഉത്തരം കൊടുത്തിരുന്നില്ല, അവരാണ് ഞാൻ ഇങ്ങനെ മഹത്വം കൊടുക്കുന്നത്, ഇന്ന് ഞാൻ ഇത്രമാത്രം കൂലിയും പുണ്യങ്ങളും കൊടുക്കുന്നത്. ദുനിയാവിൽ അവർ ദുആ ചെയ്ത ദുആകളുണ്ടല്ലോ, അതിനൊന്നും ഞാൻ ദുനിയാവിൽ ഉത്തരം കൊടുത്തിരുന്നില്ല. അന്ന് ഉത്തരം കൊടുക്കാതെ എവിടേക്ക് ഞാൻ നീട്ടി വെച്ചതാണ്. ഇന്നവർക്ക് സ്വർഗം നൽകാനും കൊട്ടാരം നൽകാനും ഇന്ന് ഞാൻ ഇത്ര വലിയ സുഖങ്ങൾ നൽകാനും ദുനിയാവിൽ ഞാൻ ദുആക്ക് ഉത്തരം കൊടുക്കാത്തതാണെന്ന് അല്ലാഹ് പറയുമ്പോ, ദുനിയാവിൽ നിന്ന് ദുആ ചെയ്തൊരു ഉത്തരം കിട്ടിയ ആൾക്കാർ പടച്ചവനോട് പറയും, അല്ലാ ഞങ്ങളുടെ ദുആക്കും എന്തിനെ ദുനിയാവിൽ ഉത്തരം ചെയ്തത്? ദുനിയാവിലെ ഞങ്ങളുടെ ദുആകൾക്കും ഉത്തരം തന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്ത് വഴുത് കേൾക്കുന്ന ഉമ്മ, എന്റെ പ്രസംഗം കേൾക്കുന്ന ഉപ്പ, നമ്മളെത്ര റബ്ബിനോട് കരയാനും പറയാനും മനസ്സുരുകി ദുആ ചെയ്യാനും തയ്യാറായാലും സ്വീകരിക്കപ്പെടാത്ത ദുആകൾക്ക് പേരിടും വിഷമിക്കണ്ട പ്രിയപ്പെട്ടവരെ. കാരണം എത്ര ബുദ്ധിമുട്ട് വന്നാലും അതിനൊക്കെ ഇവിടെ കൂലിയാണ്. അറിയോ, സഹീഹുൽ ബുഖാരിയിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഒരു വയസ്സായ ഒരു പെണ്ണ് കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് നബി തങ്ങളിലേക്ക് വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയെ ഇന്നി ഉസ്റഉ വതകശഫു, നബിയെ എനിക്ക് ഇടക്കിടക്ക് അപസ്മാര രോഗമുണ്ട്, അപസ്മാരമായി ഞാൻ വീഴുന്നുണ്ട്, നബിയെ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, ഇനി എന്റെ ആ രോഗമുണ്ടാകരുത് നബിയെ, എന്റെ ആ അപസ്മാരമുണ്ടാകരുത് നബിയെ, എന്റെ രോഗം സുഖപ്പെടാൻ ദുആ ചെയ്യണേ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, പെണ്ണെ ഞാൻ ദുആ ചെയ്യാം, ദുആ ചെയ്താൽ പിന്നെ ആ രോഗമുണ്ടാകൂല, പിന്നെ അപസ്മാരമുണ്ടാകൂല, പിന്നെ നിങ്ങൾ വീഴൂല. പക്ഷേ ദുആ ചെയ്യാതിരിക്കാനാണ് നല്ലത്. ഞാൻ ദുആ ചെയ്താൽ രോഗമൊക്കെ സുഖപ്പെടും, പക്ഷേ പുണ്യം കിട്ടൂല. ദുആ ചെയ്യാതിരിക്കലും നിന്റെ രോഗം സുഖപ്പെടാതിരിക്കലും ദുനിയാവിലെ അസുഖം നിനക്ക് നിരന്തര മരണം വരെ ഉണ്ടാകുമ്പോ അതിനനുസരിച്ച് പരലോകത്ത് കൂലിണ്ടാകും. അതാണ് ഖൈർ. പെണ്ണേ, വേണമെങ്കിൽ ഞാൻ ദുആയിരുന്ന ഒരു അസുഖം സുഖപ്പെടും, പക്ഷേ സുഖപ്പെടാതിരിക്കലാണ് പരലോകത്ത് ഖൈർ. അപ്പൊ ഞാൻ ദുആയിരിക്കാതിരിക്കലാണ് ഖൈർ. നീ നിന്റെ തീരുമാനം പറ. അപ്പോഴാ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എങ്കിൽ ദുആ ചെയ്യണ്ട നബിയേ, രോഗം മാറണ്ട നബിയേ, അസുഖം സുഖപ്പെടേണ്ട, ദുആ ചെയ്യണ്ട. പക്ഷേ ഇനിയും ഞാൻ ഈ രോഗമായി വീണാൽ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ ദ്വാരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇത് ഏതെങ്കിലും ആറോലയല്ല, ഏതെങ്കിലും കഥപുസ്തകത്തിലുള്ളതല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. രോഗം മാറാതിരുന്നാൽ കൂലിയുണ്ടെന്ന് പറയുമ്പോ സഹോദരികളെ, നിങ്ങൾക്ക് വേറൊരു ചരിത്രം കേൾക്കണോ? ഒരു മനുഷ്യന് പനി വന്നാൽ പനി കാരണം ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നും ഒരുപാട് കൂലിയ പരിശീലിച്ചാൽ കിട്ടുമെന്നും അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന റസൂലുള്ളാഹിന്റെ വഹി എഴുതി വെക്കുന്ന ഒരു സ്വഹാബി റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹ് ഇത്രമാത്രം കൂലി പനി എന്ന രോഗത്തിനുണ്ടോ? ഇത്രമാത്രം പ്രതിഫലം പനി എന്ന രോഗത്തിനുണ്ടോ? എങ്കിൽ എന്റെ മരണം വരെ എനിക്ക് പനി നൽകണേ അല്ലാഹ്.
നിസ്കാരം മുടങ്ങാത്ത, ഇബാദത്ത് മുടങ്ങാത്ത പനി എനിക്ക് തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുകയും അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയും സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് മരണം വരെ പനി ഉണ്ടാവുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തുന്നുണ്ട്. അത് കരുതിയിട്ട് ആണുങ്ങളെ പെണ്ണുങ്ങളെ നമ്മൾ സാധുക്കളാണ്, ഈമാൻ കുറഞ്ഞവരാണ്, നമ്മളൊന്നും അങ്ങനെ ദ്വാരക്കണ്ട, നമുക്ക് സഹിക്കാൻ കഴിയൂല, ക്ഷമിക്കാൻ കഴിയൂല. പക്ഷേ ഇതെന്തിനാ ഞാൻ പറയുന്നത് എന്നറിയണോ? കേവലം ഒരു പനി വന്നാൽ പോലും രോഗത്തിന് പുണ്യമുണ്ടെന്നും ആ പനി വന്നാൽ ദോഷം പൊറുക്കപ്പെടുമെന്നും പനി വന്നാൽ പരലോകത്ത് ഇത്രമാത്രം പുണ്യം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ ആ പനി ഉണ്ടാകാൻ പോലും സ്വഹാബത്ത് ദുആ ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരെ സങ്കടം വേണ്ട, ദുഃഖിക്കണ്ട കേട്ടോ, നാഥൻ കൂടെയുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അപ്പൊ ചെറിയ ഒരു മുള്ള് കാല് തറച്ചാൽ അതിന് പോലും പുണ്യമുണ്ട്, അതുകൊണ്ട് പോലും ദോഷം പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോ പിന്നെ എന്തിന് വിഷമം? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പരീക്ഷണങ്ങൾ അനുഗ്രഹമാണ്. ഈ വാല്, ഈ പറഞ്ഞ വിഷയങ്ങളെ കാതുകൊണ്ടല്ല കേൾക്കേണ്ടത്, ഹൃദയം കൊണ്ട് കേൾക്കണം. നമ്മൾ ഉൾക്കൊള്ളണം പ്രിയപ്പെട്ടവരെ. ചില ആൾക്കാർക്ക് എന്നും പ്രശ്നങ്ങളേക്കാളും, എന്നും ഓരോരോ വിഷമങ്ങൾ. നമ്മൾ പറയും ചെയ്യും, പാവം ആ മനുഷ്യന് അല്ലെങ്കിൽ ആ പെണ്ണിന് എന്നും ഓരോ പ്രയാസങ്ങളാണ്. ഉമ്മ മരിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് വാപ്പി മരിച്ച്, പിന്നെ ഭർത്താവിന് അസുഖമായി, പിന്നെ മകൻക്കും അസുഖമായി, അതിന്റെ ഇടയ്ക്ക് വീട് ജപ്തി ചെയ്യപ്പെടുകയും ചെയ്തു, ഒക്കെ ബുദ്ധിമുട്ടായി എന്ന് പറയല്ലോ. എന്നൊരു ഹദീസ് കേട്ടോ, ലാ യസാറുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന. ചില ആണുങ്ങൾക്കും ചില പെണ്ണുങ്ങൾക്കും എന്നും നിരന്തരം ഓരോ വിഷമങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും. തേജസതഹി, ശരീരത്തിലോ, ഔഫി മാലി, സമ്പത്തിലോ, ഔഫി ബുൽദി, മക്കളിലോ. ഒന്നെങ്കിൽ സാമ്പത്തിക പ്രയാസം, അല്ലെങ്കിൽ മക്കളിലുള്ള പ്രയാസം, അല്ലെങ്കിൽ ശാരീരിക പ്രയാസം, അങ്ങനെ എന്നും ഇടങ്ങേറ് ബുദ്ധിമുട്ടുമാകും. പക്ഷേ നബിതങ്ങൾ പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ ഹത്തായൽ കല്ലാ മാ അലൈഹി മിൻ ഖതിആ. അവർ മരിക്കുമ്പോ ഒരു ചെറിയ ദോഷം പോലും അവരിൽ ബാക്കിയുണ്ടാകൂല. അള്ളാഹ് പുറത്തു കൊടുത്തിരിക്കും, അവർക്ക് ഡയറക്റ്റ് സ്വർഗം കിട്ടും. എന്തേ? ഓരോ വിഷമങ്ങൾ ദുനിയാവിൽ ഉണ്ടായതുകൊണ്ട് അവർക്ക് സ്വർഗം കിട്ടുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഒരിക്കൽ ഒരു സ്വഹാബി ഒരു കാണാൻ പാടില്ലാത്തൊരു ഹറാമ് കണ്ടു. ഒരു ഹറാമ് കണ്ടു, വലിയ തെറ്റുള്ള ഹറാമൊന്നും അല്ല, പക്ഷെ ഇസ്ലാം വിലക്കിയതായ ഒരു കാഴ്ച കണ്ടു. അത് കണ്ട് ആ സ്വഹാബി ഇങ്ങനെ പോകുമ്പോ എന്ത് ചെയ്തു? ആ ഹറാമിന്റെ കാഴ്ച കണ്ടിങ്ങനെ നടക്കുമ്പോ ഒരു ചുമരിലേക്ക് ചെന്ന് തലയുടെ മുട്ടി പല്ല് പൊട്ടിപ്പോയി. മനസ്സിലാക്കണം, ഒരു ഹറാമ് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ആ ഹറാമ് നോക്കി ഇങ്ങനെ നടക്കുമ്പോ ഒരു ചുമരിന്റെ അടുത്തേക്കാട് ചെന്ന് ആ ചുമരിൽ പല്ല് തട്ടി പല്ല് പൊട്ടി അത് പോയി. എന്നിട്ട് ആ സ്വഹാബി ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു അബ്ദഹു മറത്തൈൻ. നീ ഹറാമ കണ്ടത് കൊണ്ട് അല്ലാഹു നിന്റെ പല്ല് പൊട്ടിച്ചു കളഞ്ഞതാണ്, ഇനി ആഖിറത്തിൽ അതിന് ശിക്ഷ കിട്ടൂല. രണ്ടു വട്ടം പടച്ചോൻ ഒരാളെ ശിക്ഷിക്കൂല. ദുനിയാവിൽ ശിക്ഷിച്ചാൽ ആഖിറത്തിൽ ശിക്ഷിക്കൂല. ദുനിയാവിൽ ശിക്ഷ കിട്ടിയില്ലെങ്കിലോ ആഖിറത്തിൽ ശിക്ഷ കിട്ടും. ആഖിറത്തിലെ ശിക്ഷയാ ഭീകരം, ആഖിറത്തിലെ ശിക്ഷയാണ് ഭയാനകം. അപ്പൊ ഇവിടുന്ന് ആ പല്ല് പൊട്ടിയത് ഖൈറായി, ഞാൻ തെറ്റ്, ആ ദോഷം നമുക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? അങ്ങനെയായിരിക്കും. അപ്പൊ പിന്നെ ഇവിടെ വരുന്ന വിഷമങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്ട ആവശ്യമൊന്നുമേ ഇല്ല. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു പ്രായമായ മനുഷ്യൻ മരണപ്പെട്ടു. ഒരു 95-ാമത്തെ വയസ്സിൽ മരിച്ചു നമ്മൾ കേൾക്കാറില്ലേ, പത്രത്തിലൊക്കെ ഉണ്ടാവും ചെയ്യും. 105-ാം വയസ്സിൽ മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ പ്രഗത്ഭനായ മരണപ്പെട്ടു, ബഹുമാനപ്പെട്ട പരീക്കുട്ടി ഹാജി.
ഒരുപാട് അനാഥാലയങ്ങൾ നടത്തി പാവപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് യതീം കുട്ടികളെ അനാഥകളെ സംരക്ഷിക്കുന്ന ഒരു വലിയ ആളായിരുന്നു പരീക്കുട്ടി. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 105ാമത്തെ വയസ്സിലാണ് വഫാത്തായത്, മരിക്കുന്നത്. ഇതൊരു തൗഫീഖാണ്. ഇനി കേട്ടോ, റസൂലുള്ളാഹിന്റെ കാലത്ത് ദീർഘകാലം ജീവിച്ച് 100 വയസ്സിനേക്കാളൊക്കെ കുറെ കാലം ജീവിച്ച് മരിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യൻ മരിച്ച് അയാളെ മയ്യത്തിങ്ങനെ കടത്തിയപ്പോ സ്വഹാബത്ത് ചെന്നിട്ട് ആ മയ്യത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, ഹനീ അന്നക ബിൽ ജന്ന, ഹനീ അന്നഹു ബിൽ ജന്ന ലം യുബ്തല ബിമറദിൻ. ഈ മനുഷ്യൻ അന്ന് ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ദീർഘകാലം ജീവിച്ച് ഒരുപാട് കാലം ആയുസ് കിട്ടിയിട്ടും ഒരു അസുഖം ഇത്രയും കാലം പടച്ചോൻ കൊടുത്തിട്ടില്ല. അള്ളാഹ് അനുഗ്രഹമാണ് എന്ന് ആ മയ്യത്തിനെ നോക്കിയിട്ട് ചില സ്വഹാബികൾ പ്രതികരിച്ചു. ശരിക്കും കേൾക്കണം ചരിത്രം. മരിച്ചു കിടക്കുന്ന രോഗിയെ, മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ നോക്കിയിട്ട് ഒരുപാട് കാലം ജീവിച്ച, ഒരുപാട് ആയുസ് കിട്ടിയ ആ മനുഷ്യന്റെ മയ്യത്ത് നോക്കിയിട്ട് സ്വഹാബത്ത് പറയുന്നത്, ഇയാള് ഭാഗ്യവാനാണ്, ഇത്ര കാലം ജീവിച്ചിട്ടും ഒരു രോഗവും ഉണ്ടായിട്ടില്ലല്ലോ, ഒരു അസുഖവും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഉടനെ നബിതങ്ങൾ പറഞ്ഞു, വയഹക്ക്, നിങ്ങൾക്ക് നാശം, അങ്ങനെ പറയരുത്. ഇയാൾ ഇത്രകാലം ദീർഘകാലം ജീവിച്ചു, ഒരുപാട് കാലം ആയുസ് കിട്ടി, അത്രയും കാലം ഒരു രോഗവും അയാൾക്ക് വന്നിട്ടില്ല, ഒരു അസുഖവും വന്നിട്ടില്ല, ഒരു പനി പോലും അയാൾക്ക് ഉണ്ടായിട്ടില്ല. അതൊരു അനുഗ്രഹമായി പറയരുതേ, അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയി പറയരുത്. ഇത്രകാലം ജീവിച്ചിട്ടും വയസ്സനായ ഞാൻ മരിക്കുമ്പോ ഇത്രയും കാലം ഒരു അസുഖവും അയാൾക്ക് വന്നിട്ടില്ല എന്നത് നിങ്ങളൊരു മേന്മയായി പറയണ്ട. ഇടക്കിടക്ക് രോഗം വന്നാൽ അതിനനുസരിച്ച് കൂലി കിട്ടുമല്ലോ, ദോഷങ്ങൾ പുറക്കപ്പെടുമല്ലോ, അതൊന്നും അയാൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കാഴ്ചപ്പാടെന്താ? അയാൾക്ക് അന്ന് ഒരുപാട് അനുഗ്രഹം കൊടുത്തിട്ട് ഒരു കൊണക്കോടും കൂടില്ല. എന്നാൽ ഇടയ്ക്ക് രോഗം പ്രയാസമൊക്കെ വരണം, അപ്പൊ ദോഷം കൊടുക്കപ്പെടും, ആ ഫലത്തിൽ കൂലി കിട്ടും. ഇതൊക്കെ എന്താ പറയാ, നമുക്ക് അസുഖം വരാൻ വേണ്ടി ദ്വാ ചെയ്യരുത്, ആഗ്രഹിക്കരുത്. പക്ഷെ വന്നാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് ഈ ഖുർആന്റെയും ഹദീസിന്റെയും ഒക്കെ വെളിച്ചത്തിൽ ഞാനിവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ നീട്ടിപ്പറ്റി സംസാരിക്കുന്നില്ല. എന്റെ കാമണിക്കൂർ കൂടി കഴിഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. 12 മണിക്ക് എന്റെ പ്രസംഗം അവസാനിക്കും. ഇനി കാമണിക്കൂറുള്ള ദുആ ചെയ്ത് നമുക്ക് പിരിയണം. ഇന്നത്തെ വിഷയം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, ലോകത്ത് ഔലിയാക്കന്മാരുടെ നേതാവ് ഇല്ലേ, ഔലിയാക്കന്മാരുടെ നേതാവ്, അദ്ദേഹത്തിന് പോലും 35 കുട്ടികൾ മരിച്ചുപോയി. ഞാൻ പറഞ്ഞത് അത്രയും വിഷമങ്ങൾ ഉണ്ടായിരുന്നു. നീ കേട്ടോ, അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുമ്പോ അദ്ദേഹത്തിന് ചെറിയ തോണിണ്ടായിരുന്നു. ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുണ്ട്, ടൈഗ്രിസ് നദിയുണ്ട്, പുഴവക്കിലാണ് അവരെ വീടൊക്കെ. അപ്പൊ പുഴ മുറിച്ച് കിടക്കെങ്കിൽ തോണി വേണം, ഒരു ബോട്ട് വേണം. അപ്പൊ അന്ന് ഇറാഖിൽ യൂഫ്രട്ടീസ് പുഴയിൽ ഒരു വലിയൊരു ബോട്ട് മുങ്ങി നശിച്ചു. അപ്പൊ ആരോ വന്ന് ഓടി വന്നിട്ട് മൊഹിദ്ദീൻ ശൈഖിനോട് പറഞ്ഞു, ശൈഖ് അവറുകളെ, നിങ്ങളെ ബോട്ട്, നിങ്ങളെ കപ്പൽ മുങ്ങിപ്പോയി, അത് നശിച്ചു പോയിട്ടുണ്ട്. ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. നിങ്ങളെ കപ്പൽ മുങ്ങി എന്ന് പറയുമ്പോ, നിങ്ങളെ ബോട്ട് മുങ്ങി നശിച്ചു, അതിലുള്ള എല്ലാ സമ്പത്തും മുങ്ങി നശിച്ചു എന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നത് അൽഹംദുലില്ലാഹ്. പക്ഷെ ആ വിവരം കൊടുത്ത ആൾക്ക് പിഴച്ചു പോയതാണ്. മുങ്ങിയത് ശൈഖിന്റെ കപ്പലല്ല, മുങ്ങിപ്പോയത് മൊയ്തീൻ ശൈഖിന്റെ കപ്പലല്ല, വേറെ കപ്പലാണ്. ഉടനെ അയാൾ ഓടി വന്നുകൊണ്ട് ശൈഖിനോട് പറയുകയാണ്, ശൈഖ് ക്ഷമിക്കണം, മുങ്ങിയത് നിങ്ങളുടെ കപ്പലല്ല, മുങ്ങി നശിച്ചത് നിങ്ങളെ ചരക്കല്ല, നിങ്ങളെ കപ്പൽ സുരക്ഷിതമാണ്, നിങ്ങളെ കപ്പൽ സേഫാണ്, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, മുങ്ങിയത് വേറെ ഒരു കപ്പലാണെന്ന് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹു
അല്ലാഹുവിനിക്കാണ് സർവസ്തുതയും. ആദ്യം നിങ്ങളെ കപ്പൽ മുങ്ങി എന്ന് പറഞ്ഞപ്പോ അപ്പോഴും പറഞ്ഞത് അൽഹംദുലില്ലാഹ്. നിങ്ങളുടേത് മുങ്ങിയിട്ടില്ല എന്ന സന്തോഷ വാർത്ത പറഞ്ഞപ്പോ അപ്പോഴും പറഞ്ഞത് അൽഹംദുലില്ലാഹ്. ഈ ക്ലാസ് കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ ശൈഖിനോട് ചോദിക്കുകയാണ്, അല്ല ശൈഖ് അവர்களെ, നിങ്ങൾ 2 പ്രാവശ്യം എന്തിനാ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? ആദ്യം ഒന്ന് നിങ്ങളെ കപ്പൽ മുങ്ങി എന്ന് പറയുമ്പോ നാശത്തിന്റെ, നഷ്ടത്തിന്റെ, ദുഃഖത്തിന്റെ, വേദനയുടെ വാക്കാണല്ലോ. അതിനെന്തിനാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്? രണ്ടാമത് നിങ്ങളെ കപ്പൽ മുങ്ങിയിട്ടില്ല എന്ന സന്തോഷ വാർത്ത പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞു. ആദ്യം പറഞ്ഞത് എന്തിനാണ്? അപ്പൊ ശൈഖ് പറഞ്ഞ മറുപടിയുണ്ട്. ഇന്നത്തെ എന്റെ വഅദ് ഇവിടെ അവസാനിക്കുമ്പോ നിങ്ങളോടും എന്നോടും നൽകാനുള്ള ഉപദേശവും അതാണ്. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ കപ്പല് മുങ്ങി എന്ന നാശത്തിന്റെ, നഷ്ടത്തിന്റെ, ദുഃഖത്തിന്റെ, വ്യസനത്തിന്റെ, സങ്കടത്തിന്റെ വാർത്ത വന്നപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ നഷ്ടത്തിന്റെ വിവരം കേട്ടപ്പോ റബ്ബിലുള്ള ഖദാഅ്, അല്ലാഹുവിന്റെ വിധിയുള്ള വിശ്വാസത്തിന് എന്തെങ്കിലും പകർച്ച വന്നിട്ടുണ്ടോ? എന്റെ കൽബിനത് സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല. നഷ്ടമാണെങ്കിലും അല്ലാഹുവിന്റെ ഖദാഅല്ലേ. എന്നാ ഈമാൻ എനിക്ക് കിട്ടിയപ്പോ ഈമാനിന് വേണ്ടി ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞതാണ് അൽഹംദുലില്ലാഹ്. രണ്ടാമത് എന്റെ കപ്പൽ മുങ്ങിയിട്ടില്ല എന്ന സന്തോഷ വാർത്ത കേട്ടപ്പോഴും ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ? സന്തോഷത്തിനും റബ്ബിന്റെ വിശ്വാസം കുറഞ്ഞില്ലല്ലോ, ഈമാൻ തവക്കുലും കുറഞ്ഞില്ലല്ലോ. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് സമയത്ത് നമുക്ക് പറയാൻ കഴിയണം അൽഹംദുലില്ലാഹ്. അതാണ് പരീക്ഷണങ്ങൾ അനുഗ്രഹങ്ങളാണ് എന്ന് പറയാനുള്ള കാരണം. ഇത് ദുനിയാവാണ്. ദുനിയാവ് എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? താന്നത്, അതിന ഏറ്റവും താന്നത്, ഏറ്റവും മോശപ്പെട്ടതെന്നാണ്. നമ്മുടെ ജീവിതം ഇവിടെ അല്ലല്ലോ. വെള്ളിയാഴ്ച ഓതുന്ന സുഹൃത്ത് എന്താ? സബ്ബീഹിന്റെ അവസാനം പറഞ്ഞാൽ എന്താ? ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫീ സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസാ. നിങ്ങൾ ദുനിയാവിനെ തിരഞ്ഞെടുക്കുന്നു. എന്തിന്? വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഈ വിഴിഞ്ഞത്ത് ഇവിടുത്തെ ഖബർസ്ഥാനിൽ 60, 80, 100 കൊല്ലമായിട്ട് ഖബർസ്ഥാനിൽ കിടക്കണ മയ്യത്തുകളുണ്ട്. അവര് ഈ ഭൂമിയിൽ ജീവിച്ചതിനേക്കാളേറെ മണ്ണിനടിയിലാണ് ജീവിക്കണത്. നമ്മളും അങ്ങനെ ആയിരിക്കും. പിന്നെ ഈ ദുനിയാവിലെ കുറച്ചു കാലം മാത്രമുള്ള ജീവിതത്തിലെ സന്തോഷത്തിന് നമ്മൾ എന്തിന് സ്ഥാനം കൊടുക്കണം? ഇവിടെ ഈമാൻ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു എന്തല്ല വിധിച്ചാലും അള്ളല്ലേ അൽഹംദുലില്ലാഹ്. നമ്മള് ഗവൺമെന്റിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടില്ലേ? ഉദാഹരണം, ഏത് മനുഷ്യനും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവും. അവന്റെ പാർട്ടിയാണ് ഭരിക്കണതെങ്കിൽ ആ ഗവൺമെന്റ് എന്ത് നെറുകേട് ചെയ്താലും അവൻ ന്യായീകരിക്കും. അല്ലേ? ഇത് വസ്തുത അങ്ങനെയാണ്. ഇപ്പൊ LDF സർക്കാർ എന്ത് ചെയ്താലും ന്യായീകരിക്കും LDFനെ സ്നേഹിക്കുന്ന ആള്. UDF സർക്കാർ എന്ത് ചെയ്താലും ന്യായീകരിക്കും UDFനെ സ്നേഹിക്കുന്ന ആള്. കേന്ദ്രത്തിൽ BJP ആണ്. അവർ BJP അംഗീകരിക്കുന്ന ആള് ഗ്യാസിന് വില കൂടിയാലും ഡീസലിനും പെട്രോളിനും വില കൂടിയാലും ന്യായീകരിക്കും. അത് പാവപ്പെട്ട കക്കൂസ് ഉണ്ടാക്കാനാണ്, രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ്, സാരല്ല എന്ന് പറയും. അത് മനുഷ്യൻ അങ്ങനെയാണ്. എന്നാൽ ഭരിക്കുന്ന ഭരണകക്ഷിയെ ന്യായീകരിക്കുന്ന ആ ഒരു ചിന്ത പോലും നമുക്ക് അള്ളാഹുവിനോടുണ്ടല്ലോ. നമ്മളെ ഭരിക്കുന്നത് അള്ളയാണ്. അള്ള എന്ത് വന്നാലും, എന്ത് രോഗം വന്നാലും നമുക്കൊരു ഹൈറുണ്ടാകും, അള്ള എനിക്ക് ആഹത്തിൽ ഹൈറ് തരാനാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കേണ്ടതിന് പകരം എന്താ കുറച്ച് ഇങ്ങനെ ചെയ്യണത്, എന്താ അള്ളാഹു ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നാ നമ്മൾ ചിന്തിക്കണത്. ഗവൺമെന്റിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് പോലും, ഭരിക്കുന്ന ഭരണ പാർട്ടിയോടുള്ള ഒരു സ്നേഹം പോലും നമ്മുടെ ഭരണാധികാരിയായ റബ്ബായ അല്ലാഹുവിനോടില്ല. അവിടെയാണ് വിഷയം. നമ്മൾ ആദ്യം അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടി. അതാണ് റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം ദീനാ വബിമുഹമ്മദിൻ നബിയ്യാ. സഹോദരങ്ങളെ, സ്വർഗ്ഗം കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ പണിയെടുക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ് സൂറത്ത് അൽ ബഖറയിലെ 214-ാമത്തെ ആയത്ത്. അം ഹസിബതും തദ്ഖുലുൽ ജന്ന വലമ്മാ യാതികും മതലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വൽ ളറാ.
ഹസിബതും എടോ നിങ്ങൾക്ക് തോന്നുന്നുവോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ തദ്ഖുലുൽ ജന്ന ചുമ്മാ സ്വർഗ്ഗത്തേക്ക് കയറി പറ്റാൻ കഴിയുമെന്ന്, സ്വർഗ്ഗത്തിൽ വെറുതെ കയറി കടക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? വലമ്മായതികും മസലുല്ലദീന ഖലൂ മിൻ ഖബലികും മസത്തുൽ ബഅ്സാഉ വൽ മുൻഗാമികൾ എത്ര ദുരിതങ്ങൾ സഹിച്ചു, എത്ര പ്രയാസങ്ങൾ സഹിച്ചു, എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചു, എത്ര ഞെരുക്കങ്ങൾ സഹിച്ചു, എത്ര പ്രതിസന്ധികൾ. മുൻഗാമികൾക്ക് എത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നു. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും സഹിക്കാതെ, അങ്ങനത്തെ ഒരു ഇടങ്ങേറും സഹിക്കാതെ വെറുതെ സ്വർഗത്തേക്ക് കയറാമെന്ന് കരുതണ്ട. അല്ലാഹുവിന്റെ വാക്കാണ്, രാജാവിന്റെ വാക്കാണ്. ആകാശഭൂമികൾ പടച്ച് നമുക്ക് വായു നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യജമാനനായ, നമ്മുടെ ഉടമസ്ഥനായ നമ്മുടെ അല്ലാഹു പറയുകയാണ്, മുൻഗാമികൾക്ക് നേരിട്ട് വിഷമം പ്രയാസങ്ങളൊന്നും നേരിടാതെ ചുമ്മാ സ്വർഗത്തേക്ക് കയറാൻ പറ്റുമെന്ന് കരുതണ്ട. അതുകൊണ്ട് വിഷമങ്ങളെ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട്, രോഗങ്ങളെ കൊണ്ട്, കടങ്ങളെ കൊണ്ട്, ദാരിദ്ര്യങ്ങളെ കൊണ്ട്, കുടുംബ പ്രശ്നങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ അല്ലാഹു നിങ്ങളെ സ്വർഗത്ത് കയറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിഷമങ്ങളൊക്കെ നൽകുന്നത്. അമല് കൊണ്ട് നിങ്ങളെ സ്വർഗത്ത് കടക്കൂല. അല്ലാഹുവിന്റെ മുത്തനബിതങ്ങൾ പറയുകയാണ്, ഇന്നല്ലബദ ചില മനുഷ്യന്മാര്, ചില ആളുകള് നിസ്കാരം കൊണ്ട് സ്വർഗത്തിന് ചിലപ്പോൾ പകരാകൂല. നമ്മുടെ നിസ്കാരം നോക്കിയാ സ്വർഗം കിട്ടാൻ മാത്രം ഉണ്ടാകൂല, നോമ്പ് നോക്കിയാ സ്വർഗം കിട്ടാൻ മാത്രം ഉണ്ടാകൂല, നമ്മുടെ സദഖ നോക്കിയാൽ, നമ്മുടെ സകാത്ത് നോക്കിയാൽ, നമ്മുടെ ദിക്ർ നോക്കിയാൽ, നമ്മുടെ സ്വലാത്ത് നോക്കിയാൽ, നമ്മുടെ ഖുർആൻ നോക്കിയാൽ, നമ്മുടെ ഏത് നന്മകളെ കൊണ്ടും സ്വർഗത്ത് കടക്കാൻ യോജിക്കൂല. അങ്ങനത്തെവർ സ്വർഗത്ത് കടത്താൻ വേണ്ടിയിട്ട് പടച്ചോൻ ദുനിയാവിലെ പരീക്ഷണങ്ങൾ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ പറയുകയാണ്. അമല് കൊണ്ട് നേടാൻ പറ്റാത്ത സ്വർഗം ഇബാദത്തുകളൊക്കെ ഏതാനും കുറവാണ്. നമ്മൾ നിസ്കാരം തന്നെ കുറെ കളാക്കുന്നു, നിസ്കാരത്തിന്റെ കാര്യം തന്നെ കട്ടപ്പുകയാണ്. അപ്പൊ നമ്മൾ നിസ്കാരം കൊണ്ട് സ്വർഗം കിട്ടാൻ വകുപ്പില്ല. അപ്പൊ സ്വർഗം കിട്ടാൻ അല്ലാഹു നൽകുന്ന പണിയാണ് നിങ്ങൾക്ക് നൽകുന്ന പരീക്ഷണങ്ങളെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്ത് വിഷമ ഖുർആൻ ചോദിക്കാം. ഇനി വേറെ ആയത്ത്, ഭയങ്കര ആയത്താന്നൊക്കെ, സൂറത്ത് അൻകബൂത്ത് രണ്ടാമത്തെ ആയത്ത് അല്ലാഹു പറയാട്ടോ, കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഒരു പരീക്ഷണങ്ങളും ഇല്ലാതെ, ഒരു വിഷമങ്ങളും പ്രയാസവും ഇല്ലാതെ ഞാൻ മുസ്ലിമാണ്, മുഅ്മിനാണെന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ? നിങ്ങൾ അങ്ങനെയൊക്കെ കരുതിയോ? ഹസിബന്നാസു, എന്ത് പറ്റി ജനങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജനങ്ങൾ കരുതിയോ? എന്ത്? അഞ്ഞുറക്കൂ അയ്യപ്പോലോ ആമന്നാ, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും വിഷമം വരില്ലെന്ന് കരുതി. അങ്ങനെ കരുതണ്ട. മുഅ്മിനാണോ, മുസ്ലിമാണോ, വിശ്വാസിയാണോ എന്നാ വിഷമം ഉണ്ടാകും. എനിക്കൊരു വിഷമം ഉണ്ടാവില്ല, പരീക്ഷിക്കപ്പെടുക എന്ന് കരുതിയോ? ഇങ്ങനെ കരുതണ്ട. വിഷമുണ്ടാകും, പ്രയാസം ഉണ്ടാകും. അപ്പൊ എല്ലാത്തിനെയും എന്താകുക? സന്തോഷമായി കാണുക, അനുഗ്രഹങ്ങളാണ് എന്ന് കരുതിയ അപ്പൊ ഈമാൻ വർദ്ധിക്കും. അള്ളാഹുവിന് അടിമയാകുന്നത്. നമ്മൾ അള്ളാഹ് അടിമല്ലേ? അള്ളാഹ്ക്ക് നമ്മൾ എന്തും ചെയ്യാനോ? അപ്പൊ എന്ത് റബ്ബ് വിധിച്ചാലും അൽഹംദുലില്ലാഹ്. നമ്മുടെ നാവുക്ക് എപ്പോഴും വരേണ്ട ദിക്ർ എന്താണ്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. സ്വർഗത്ത് കിടക്കുമ്പോൾ ആദ്യമായിട്ട് മനുഷ്യന്മാർ പറയേണ്ട അൽഹംദുലില്ലാഹ്. നമ്മൾ സുബൈക്ക് ഉറക്കുന്ന എഴുന്നേൽക്കുമ്പോൾ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹി അഹ്യാനാ ബഅദ മാ മാതനി വലൈഹിൻ നുശൂർ. എപ്പോഴും അൽഹംദുലില്ലാഹ് പതിവാക്കുക. ഒരിക്കലും വിഷമങ്ങളും പ്രയാസങ്ങളും നിരാശപ്പെടരുത്. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. ക്ഷമണ്ടോ? സ്വർഗം കിട്ടും. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തെ ഏറ്റവും വലിയ ക്ഷമയുള്ള ആളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഞാൻ നിർത്തുകയാണ്. അവസാനമായി പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ജീവിതം പഠിക്കണം. നമ്മൾ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞ വലിയ പച്ച പുതപ്പൊക്കെ ഇട്ട് കുറെ താടിക്കണ്ട് നീട്ടിയിട്ട് കുറെ എല്ലാ പേരിലും ഒരു മോതിരിട്ടാലും വലിയായി അല്ല. വേഷം ആർക്കും കെട്ടാൻ പറ്റും. ബാർബർ ഷാപ്പ് പോകാതിരുന്നാൽ താടി നീളും.
മുടി നീളും. നല്ല ടെക്സ്റ്റൈൽസ് പോയാൽ പച്ചയും ചുവപ്പുമായി നിരവധി ഷാളുകൾ കിട്ടും. ഇതുപോലെ വെള്ള വസ്ത്രം ധരിച്ച് നല്ലൊരു നീളം കുപ്പായിട്ടാൽ അതുമായി. വേഷം ആർക്കും കെട്ടാം. സിഖുകാരന് താടിയുണ്ട് അല്ലേ? സിഖുകാർക്ക് വലിയ തലകെട്ടുണ്ട്. അപ്പൊ വേഷങ്ങളിൽ നല്ല വിഷയം മനസ്ഥിതിയിലാണ്. എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും പുഞ്ചിരിയോടെ ജനങ്ങളെ കാണാൻ കഴിയണം, ഫേസ് ചെയ്യാൻ കഴിയണം. അതൊന്നും എനിക്ക് സാരല്ല, അതൊക്കെ അല്ലാഹുവിന്റെ വിധിയാണ്. ഇതെല്ലാം അല്ലാഹു തന്ന പരീക്ഷണങ്ങളാണ്. അല്ലാഹു എന്നെ ഈമാൻ മാറ്റുരക്കുകയാണ്, ഈമാൻ എന്ന് നോക്കുകയാണ്. സ്വർണമാകണമെങ്കിൽ ഒരുപാട് തീയത്ത് കാണിക്കേണ്ടി വരും. ഒരുപാട് തീയത്ത് കാണിച്ചിട്ടേ സ്വർണം ഒരുക്കാൻ കഴിയുകയുള്ളൂ. സ്വർണം ഒരുക്കണമെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളെ അനുഗ്രഹമായി കഴിയണം. അല്ലാഹു എന്ത് വിധിച്ചാലും അൽഹംദുലില്ലാഹ് പറയാൻ കഴിയണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പല ആൾക്കാർ ഈമാൻ നശിച്ചു പോകുന്നതും ഇവിടെയാണ്. എന്തേ പടച്ചോനെ തിരിഞ്ഞു നോക്കാത്തത്? അങ്ങനെ ചിന്തിക്കരുത്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ മറ്റൊരു നേതാവാണല്ലോ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മാരകമായ രോഗത്തിൽ കിടന്നിട്ടല്ലേ വഫാത്താകുന്നത്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ തങ്ങളോ ആലിമു ഖുറൈശിനും ലൗ തിബാക്കൽ അർളിൽ മാ, ഈ ഭൂഗോളം മുഴുവനും അറിവിനാൽ നിറക്കുമെന്ന ശാഫിഈ ഇമാമിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ശാഫിഈ ഇമാമിന് എന്നും ബാക്കിലൂടെ ബ്ലഡ് ഇങ്ങനെ പോകുന്ന അസുഖമായിരുന്നു. ജനങ്ങൾക്ക് ക്ലാസ് കൊടുക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും പാത്രത്തിൽ ഇരുന്നിട്ടാണ് ക്ലാസ് എടുത്തിരുന്നത്. പാത്രത്തിൽ നിറയെ ചോരയായിരിക്കും. അപ്പൊ അമ്പയാക്കന്മാർക്ക് പരീക്ഷണങ്ങളുണ്ട്, ഔലിയാക്കൾക്ക് ഉലമാക്കൾക്കുണ്ട്. അബൂ ഹനീഫ ഇമാമ് ജയിലിൽ കിടന്ന ക്രൂരമായ ചാട്ടവാറ് കൊണ്ട് അടിയേറ്റിട്ടുണ്ട്. ബുഖാരി ഇമാമിനും ഒരുപാട് ക്രൂരമർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബലിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ആർക്കും സ്വർഗം കിട്ടൂല എന്ന് പരിശുദ്ധ ഖുർആൻ, ഈ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് കേട്ടോ. ഔലിയാക്കന്മാരെ പറ്റി തന്നെ ഖുർആൻ പറഞ്ഞാൽ എന്ത് വിഷമുണ്ടെങ്കിലും ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരെ മനസ്സിനെ അത് ബാധിക്കില്ല. ഈ നിലയ്ക്ക് നമ്മുടെ ഖൽബിനെ കൊണ്ടുവരണം. അല്ലാതെ എപ്പോഴും അല്ലാഹുവിന്റെ വിധിയിൽ ഇഷ്ടപ്പെടാതെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ സങ്കടങ്ങളായി നടക്കുന്ന ആളെ അല്ലാഹുക്ക് ഇഷ്ടമല്ല. എപ്പോഴും വിഷമങ്ങൾ. എന്താ? ഒന്നും ഒരു സുഖമല്ല, റാഹത്തില്ല, അസുഖമാണ്. മകൻക്ക് കുട്ടിയായിട്ടില്ല, മകൾക്ക് കുട്ടിയായിട്ടില്ല, മകൻക്ക് കല്യാണമായിട്ടില്ല, മകന്റെ പൊരന്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ജാതി വിഷമങ്ങൾ പ്രയാസങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ അള്ളാഹിനെ പൊരുത്തം കിട്ടൂല. അതുകൊണ്ട് ഖൽബിനെ നിയന്ത്രിച്ച് അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടവർ അള്ളാന്റെ ഔലിയാക്കന്മാർ. അവരെ ഉറൂസ് നടക്കുമ്പോൾ, അവരെ സിയാറത്തിന് വരുമ്പോ അവരെ ചിന്താഗതിയായിട്ട് നമ്മൾ അവരെ സമീപിക്കണം. അവര് വെറുത്ത ദുന്യാവ് അതുമായിട്ടാണ് നമ്മൾ അത് ചോദിക്കാനാണ് അവരെ ഖബറിലേക്ക് പോകരുത്. അങ്ങനെ ആവരുത്. നമ്മുടെ ലക്ഷ്യം അല്ലാഹ്. ഈ വഅദ് പറഞ്ഞ പോലെ എനിക്കും കേട്ട പോലെ നിങ്ങൾക്കും ഒക്കെ ഉപകരിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വിഷയം നിങ്ങൾ ഏറ്റെടുക്കണം. എന്താ നമ്മുടെ വിഷയം? പരീക്ഷണങ്ങൾ അനുഗ്രഹമാണ്. വിഷയത്തിന്റെ പുറത്തുള്ള ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ഈ നിലയ്ക്ക് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുമ്പോൾ ആക്കിവെക്കുന്നതായി സ്വർഗം കിട്ടാൻ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ എല്ലാവരും കൂടെ ഇന്ന് എഴുന്നേറ്റിരുന്ന് ഒരു 10 സ്വലാത്ത് ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. ഏതായാലും 2 മണിക്കൂറോളം എല്ലാവരും എഴുതില്ലേ. ദ്വാരക്കുമ്പോ ഒരു മജ്‌ലിസ് ബർക്കത്താണല്ലോ. നിങ്ങളൊക്കെ വിശാലമായിട്ട് ഒന്ന് അടുത്തുനിന്നാല് ഇത് നല്ലതാണ്. ദ്വാരക്കുമ്പോ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ദ്വാരം ചെയ്യാം, സ്വലാത്തിന്റെ അവസാനിപ്പിക്കാം. ആ ദൂരത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് അടുത്തൊരു കൂടമായിട്ട് നിന്നാല് അതൊരു ബർക്കത്താണ്. എല്ലാവരും എഴുന്നേറ്റില്ല, എല്ലാവരും എഴുന്നേറ്റ് തിരുന്ന് കൂട്ടമായിട്ട് എല്ലാവരും നല്ല റാഹത്തില് പാതിരാ സമയത്ത് 12 മണി കഴിഞ്ഞു. ഒരിക്കൽ വിധങ്ങൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഏത് ദുആക്കാണ് ഏറ്റവും അധികം ഉത്തരം കിട്ടുക? ഏത് പ്രാർത്ഥനക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുക? അർദ്ധരാത്രിയുള്ള പ്രാർത്ഥനക്കാണ് പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്ന് മുഹമ്മദ് മുസ്തഫ. 12 മണി കഴിഞ്ഞ് നമ്മൾ ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടം ഈ സമയത്തുള്ള ദുആയാണ്.
ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ആൾക്കാരാണ് നമ്മൾ. രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. മരണപ്പെട്ടു പോയ ആൾക്കാരുടെ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. പാവപ്പെട്ട ഫലസ്തീനികൾ, മുസ്ലിങ്ങൾ, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥനകളെ കൊണ്ടെങ്കിലും ഐക്യദാർഢ്യം പഠിപ്പിക്കാൻ കഴിയണം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. എല്ലാവരും ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ നേരിട്ട് നടത്തി വരും. ഒരു 10 സ്വലാത്ത് ചെയ്യാൻ ദുആ ചെയ്യാം. بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم اللهم صل على محمد الحمد لله رب العالمين الوافي نعمه والكافي ومزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد ارحم الراحمين يا مالك الملوك يا രാജാതിരാജനായ കോടാനുകോടാന ജനങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് തീറ്റുപോറ്റി പരിപാലിച്ച് കൊണ്ടിരിക്കുന്ന യജമാനായ അല്ലാഹ് ഈ പാതിരാ സമയത്ത് വഅദ് പറഞ്ഞ് സ്വലാത്ത് നിങ്ങൾ ദുആ ചെയ്യുവാക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് സ്വലാത്ത് ഒരു സ്വലാത്തിന് നിന്റെ മലക്കുകൾ നീ 10 സ്വലാത്ത് ഇരട്ടിച്ചെല്ലുമെന്നാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് പോയ മജ്ലിസാണ്. ഈ സ്വലാത്തുകളെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നിന്റെ ബർക്കത്തുകൊണ്ട് നിങ്ങളെ ഒരുമിച്ചതുപോലെ നിങ്ങളെ സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങളുണ്ട്. എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. എല്ലാ രോഗങ്ങളും തന്നവൻ നീയാണ്, സുഖപ്പെടുത്തുന്നവൻ നീയാണ്. നൽകണേ അല്ലാഹ്. പഠിച്ചോനെ ക്യാൻസർ നൽകല്ല അല്ലാഹ്, ട്യൂമർ നൽകല്ല അല്ലാഹ്, രോഗം നൽകല്ല അല്ലാഹ്, രോഗം നൽകല്ല അല്ലാഹ്, ശ്വാസകോശ രോഗം നൽകല്ല അല്ലാഹ്, അവയവങ്ങൾ മാറ്റിവെക്കപ്പെടേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അത്തരം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് ഇന്ന് ഞാൻ ഈ വായന പറഞ്ഞതുപോലെ ക്ഷമയുടെ പ്രതിഫലവും താങ്ങാനുള്ള മരക്കൊരുക്കും സ്വർഗവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ കിട്ടാതെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും വേണ്ടപ്പെട്ടവരാളും മരിക്കരുത് അല്ലാഹ്. നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക തുടങ്ങി നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മരണമാക്കണേ അല്ലാഹ്. കിടക്കുന്ന കിടത്തത്തിൽ തന്നെ മരണമോത്ത വിസർജനം പോകുന്ന രീതിയിൽ സ്വന്തം മക്കളെ പോലും കുടുംബക്കാരെ പോലും ഞങ്ങളെ പുറത്ത് ഇയാളൊന്ന് ഇവളൊന്ന് മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കോലത്തിൽ രോഗം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹുവേ. കടലിൽ പോകുന്നവരാണ്, കടലിന്റെ മക്കളാണ്. ഈ പള്ളിക്കും മദർസക്കുമൊക്കെ സഹായം അവരെ കൊണ്ടാണ് അല്ലാഹ്. കടലിലെ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ദാരിദ്ര്യങ്ങളില്ലാതെയാക്കണേ അല്ലാഹ്. സാധനങ്ങളും നിഅമത്തുകളും കൊടുക്കണേ അല്ലാഹ്. നിരാശയും പ്രയാസങ്ങളും നൽകല്ല അല്ലാഹ്. ഈ മഹല്ലത്തിൽ ഐക്യവും യോജിപ്പും നൽകണേ അല്ലാഹ്.
പ്രവർത്തിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ഇഖ്ലാസും ബറക്കത്തും നൽകണേ ഓരോരുത്തർക്കും ഈ സദസ്സിലുള്ള ആളുകൾക്കും ബന്ധങ്ങൾക്കുമൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളുണ്ട് ഹസനാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. പ്രായമായവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ വാപ്പമാരെ കബറിലാണ്, ജ്യേഷ്ഠന്മാരെ കബറിലാണ്. ഞങ്ങളൊക്കെ മരിച്ചുപോയ ഉമ്മമാരെ, വാപ്പമാരെ, സഹോദരങ്ങൾ, ഉസ്താദുമാരെ, സ്നേഹിതന്മാരെ, നിങ്ങളെ സ്നേഹിച്ചിരുന്നവർ, നിങ്ങളെ സഹായിച്ചിരുന്നവർ, കബറുകളെ സ്വർഗത്തിന്റെ ത്വപ്പാക്കണേ അല്ലാഹ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാളും കബറിൽ കടന്ന് വേദനിക്കരുത് അല്ലാഹ്. آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم